ഹായ് എവരി വൺ. അപ്പൊ ഇന്ന് നമ്മളുടെ ഒപ്പം ഉള്ളത് പരിചിതമായ 3 പേരും പിന്നെ ഒരാളും കൂടി ഉണ്ട്. അത് നമുക്ക് പുതിയ ആളാണ്, എന്നാലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവും. അപ്പൊ ആരൊക്കെയെന്നല്ലേ, നമ്മുടെ അഭിലാഷ് ചേട്ടനും ആറാട്ടണ്ണനും അതുപോലെ നമ്മുടെ പ്രസംഗണ്ണനും പിന്നെ പുതിയൊരാളും കൂടി ഉണ്ട്, ടൈഗർ അണ്ണൻ അല്ലേ? അഖിലണ്ണൻ. സോറി, അഖിലണ്ണൻ. അപ്പൊ ടൈഗർ അണ്ണന്റെ അതെ അതെ DQ അഖിൽ രാജ്, അതാണ് ഉള്ളത്. എനിക്കൊന്ന് പേരൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അപ്പൊ അതാണ് സ്പെഷ്യൽ, അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ അതെ ഭീഷണികളാണ്. അതോട് ബോഡി ഗാർഡിനൊക്കെ വെക്കാൻ തീരുമാനിച്ചു. ബുദ്ധിപരമായിട്ട് ഒളിവിൽ പോയതാണോ? പക്ഷെ എനിക്ക് അമ്മക്ക് സ്കൂളുണ്ടല്ലോ, അപ്പൊ സ്കൂളിൽ പോയി ഒളിച്ചിരിക്കല്ല, അമ്മക്ക് കൂട്ടായിട്ട് പോയതാ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി, ശ്രീനിവാസിനെ വിളിക്കില്ലേ ഈ സന്ദേശം മൂവില്ല, ഞാൻ അലിൻ ജോസ് പെരയാണ്, പുതിയ ഫോൺ നമ്പറാണ്, ആർക്കും കൊടുക്കരുത്, ഞാൻ ഇന്ന് ഒളിവിലായിരുന്നു, ഇപ്പൊ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ശ്രീനിവാസൻ സ്റ്റൈലിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നമ്പറിൽ നിന്ന് എല്ലാരും വിളിക്കും. ഇനി മേലെ എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അപ്പൊ ഇത് നമ്പറാ, ഇത് പുതിയ നമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിക്കുന്നതോട് മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ തെറി വിളിക്കുന്ന സംസാരങ്ങളാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാറ് പോകാറുണ്ട്. നമുക്ക് ആ ഒരു മെഗാസ്റ്റാറിന്റെ സ്റ്റേറ്റ്മെന്റ് അറിയാണ്ട് പറ്റിപ്പോയ ഒരു അബദ്ധമാണ് അത്. പല പ്രൊഡ്യൂസേഴ്സ് വരെ നേരിട്ട് കണ്ട് തന്നെ മോശമായിട്ട് പ്രതികരിച്ചു. പല സിനിമകളുടെയും ഇപ്പൊ ഇറങ്ങിയ വലിയ വലിയ സിനിമകളുടെയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോൾ വരെ നമ്മളോട് ചീത്ത പറഞ്ഞു. അതൊക്കെ എനിക്ക് വേദനിച്ചു. അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ് ഇതാണ് മമ്മൂക്കന്റെ ഇഷ്യൂ. അതിന് ഞാൻ സോറി പറയുകയാണ്. പിന്നെ മനസ്സിലായോ? പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെന്താന്നല്ല, പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേര നായകനായിട്ട് യുദ്ധം എന്നൊരു ഷോർട്ട് സിനിമ ഷൂട്ട് തുടങ്ങി. അപ്പൊ അണ്ണനെ ഞങ്ങളതിലേക്ക് വിളിച്ചു. അണ്ണനെ വിളിച്ച് ഞങ്ങളതിലേക്ക്. അണ്ണന് പഞ്ചായത്ത് മെമ്പറുടെ വേഷമാണ്. പക്ഷെ എന്തായാലും അണ്ണ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ വേഷം എന്തായാലും ഒരു വേക്കൻസിയിൽ നിൽക്കുവാണ്. ഷോർട്ട് സിനിമയാണ് അത്. പ്രദീപ് ഏലൂർ എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമാകാരൻ ഗിരി എന്നൊരു മൂവി സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമാകാരൻ ഗിരി എന്നൊരു മൂവി ഡയറക്ട് ചെയ്തപ്പോ തിയേറ്റർ മൂവിയാണ്. അതിൽ ഞാനുണ്ട്. എന്നെ ചങ്ങലവട വെബ് സീരീസ് കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൂടാണ്ട് ഇപ്പൊ അലിൻ ജോസ് പെരേരെ പേജിലൂടെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ പേജിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു ബിബിനൊക്കെ പ്രദീപ് ഏലൂരിന്റെ ഒരു സംരംഭമാണ്. അത് കൂടാതെ ഒരു കാര്യം പറഞ്ഞ ആറാട്ടണ്ണൻ അഭിനയിക്കുമെങ്കിൽ അതിലൊരു റോളുണ്ട്. ആറാട്ടണ്ണൻ പറയും എന്തായാലും ആറാട്ടന്റെ സാന്നിധ്യം അതിൽ ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എന്നൊരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതില് ഞാൻ പറയട്ടാ, അതായത് വിമൽ പത്തനാപുരം ഇല്ലണ്ണ, അതിന്റെ ഒരു പുതിയൊരു നല്ലൊരു വർക്ക് എന്ന് വെച്ചാൽ സെന്റിമെന്റ്സ് ഉണ്ട്. അലിൻ ജോസ് പെരേര ആണെങ്കിലും ആറാട്ടണ്ണനാണെങ്കിലും ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വരുന്നു. നമുക്കൊരു അലിൻ ജോസിനെ കാണിക്കുമ്പോൾ നമുക്കൊരു എപ്പോഴാണ് അവനെ കാണിക്കണമെന്നൊരു ത്രില്ലുണ്ടായിരുന്നു. ആറാട്ടനാണെങ്കിൽ ഒരു ഹോട്ടലിൽ വന്നിട്ടുള്ള സംഭവം രസകരമായിട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നേരം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് മൂവി. അപ്പൊ ഈ യുദ്ധം എന്നൊരു ഷോർട്ട് സിനിമ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ വേറൊരു സിനിമയുടെ ഇപ്പൊ ചോദിച്ചില്ലേ, ഇല്ല നിലവിലില്ല, അതിൽ പൂജ കാര്യങ്ങളൊക്കെ നടന്ന് അവർ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുള്ളിക്ക് അത് പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് വ്യക്തിപരമായ കാര്യമാണ്. അത് അലിൻ ജോസിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിനെ കുറിച്ച് നമുക്കറിയില്ല. യുദ്ധം എന്ന ഷോർട്ട് സിനിമയില് ഞാനാണ് വില്ലനായിട്ട് ചെയ്യുന്നത്. അതിന് ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സഹോദരിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയെ നശിപ്പിച്ച് കൊന്നു കളയുന്ന ഒരു കഥാപാത്രം പ്രതികാരം വീട്ടുന്നു. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പൊ അതിൽ ചില രംഗങ്ങൾ ജീവിക്കുമെന്നാണ് സംവിധായകൻ പറയുന്നത്. മൈക്കാനെ 50,000 രൂപയാണ്. അണ്ണ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ അണ്ണോട്. അണ്ണ നീയുടെ മഹിമ നമ്പേര് തേച്ചു എന്നുള്ള വാർത്ത സത്യമാണ്? അല്ല, എനിക്ക് പുള്ളിക്കാരത്ത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സംസാരിക്കാം. പുള്ളിക്കാരത്തിന് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ പുള്ളിക്കാരത്തെ അമ്മയോടെ പറഞ്ഞത്. അപ്പൊ അമ്മയോട് പറയാൻ മുമ്പേ പറഞ്ഞു നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട പറഞ്ഞു. പിന്നീട് പോയി എനിക്ക് നല്ല ഇഷ്ടമാണ് പുള്ളി. നല്ല സംസാരം ഇഷ്ടപ്പെട്ടു. അല്ല ഇപ്പൊ ഇങ്ങനെ ക്രഷ് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും കുറെ ട്രോളുകളും അങ്ങനെയൊക്കെ വരുമെന്ന് തോന്നുന്നു. അത് പ്ലാൻ ചെയ്തൊന്നല്ല, എനിക്ക് നാച്ചുറൽ ആയിട്ട് തോന്നുന്നതാണ്.
ഈ ക്രഷ് എന്ന് പറയുമ്പോ ചില നടിമാർക്ക് പെട്ടെന്ന് അണ്ണനോട് ക്രഷ് നടിമാർ മാത്രല്ല അല്ലാത്തവരോടും പറഞ്ഞു, നടിമാർ മാത്രല്ല അല്ലാത്തവരോടും പറഞ്ഞിട്ടാ, പക്ഷെ എല്ലാം റിജക്ഷനാ. ഇത്രയും വിവാദം ഉണ്ടായിട്ടും മന്ദാകിനി സിനിമയിലെ നമ്മുടെ അനാർക്കലി മരക്കാർ ഇപ്പോഴും അണ്ണനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. 20 സെക്കൻഡ് സംസാരിക്കും എന്നാ പറഞ്ഞത്. 20 സെക്കൻഡ് അണ്ണൻ സംസാരിച്ച് നിർത്തും. അപ്പൊ അതുവരെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു അനാർക്കലി മരക്കാർ. മനസ്സിലായി? ആദ്യത്തെ ഒരു കൃഷി പേര് പറയുന്നില്ല, ആദ്യത്തെ കൃഷി അങ്ങനെ ആദ്യം പുള്ളിയോട് അങ്ങനെ പറഞ്ഞില്ല. അത് കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടിയും അനാർക്കലി മരക്കാരും പിന്നെ മിസ്സിംഗ് ഗേളിലെ നായികമാരൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ പറയാ? എനിക്ക് ഒരുപാട് മനസ്സിലുണ്ട്, ദിവ്യ പിള്ളേ ഒരുപാട് പേരുടെ കോണ്ടാക്ട് ഉണ്ട്. അവർ നല്ല രീതിയിൽ പെരുമാറുന്നു. ഫസ്റ്റ് പ്രണയത്തിലുണ്ടായ അബദ്ധം കോണ്ടാക്ട്സ് വെച്ചേ അണ്ണൻ ഈ സിനിമയിൽ നായികമാർക്കൊപ്പം ക്യാരക്ടർ റോൾ ചെയ്യാൻ പാടില്ല. എനിക്ക് അങ്ങനെ ആക്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതൊരു കാര്യം പറയാം, അണ്ണനിപ്പോ ആക്ട് ചെയ്യേണ്ട കാര്യം ഇല്ല, അണ്ണൻ വൈറലാണ്. ആറാട്ടനെ അറിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ കേരളത്തില്? പെരേര മാത്രം അറിയില്ല, ബാക്കി എല്ലാവരും അല്ലേ? അണ്ണ പിന്നെ വേറെ കേസുണ്ട്. വിളിക്കണ്ട എന്നെ പിന്നെ എല്ലാം അമേരിക്കയിൽ നിന്നും UK യിൽ നിന്നും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലായിടത്തും വിളിക്കണ്ട. അതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മള് ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി, അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ കേരള സ്റ്റോറിൽ വില്ലൻ ചെയ്തു. ആ ഒരു സിനിമയിലേക്ക് അതിലെനിക്ക് സന്തോഷേട്ടന്റെ ഒരു വർക്കിൽ വരുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു, പണ്ഡിറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കൃഷ്ണൻ രാധ പോലത്തെ മൂവി ഇറങ്ങുമ്പോ അതിന്റെ താഴെ എന്താണെന്ന് കമന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ചത്തറിയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പേജിന്റെ താഴെ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നല്ല കമന്റ്സ് ആണ്. ആദ്യമേ ഇപ്പൊ പെരേരയ്ക്കായിട്ട് അണ്ണനായിക്കോട്ടെ, ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരാള് ഫേമസ് ആവുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ് ജനമനസ്സുകളിലേക്ക്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഓടി ഒന്ന് ഫോട്ടോ എടുക്കുക അല്ലേ? നമ്മളല്ല ഒന്നുമല്ല അണ്ണാ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ബിനു അടിമാലിച്ചേട്ടൻ, അതുപോലെ തന്നെ ദിലീപ് ഏട്ടൻ, ഇവരൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ താഴെ ആളുകൾ തെറി വിളിക്കുന്നുണ്ട് പല പേഴ്സ്. ഇപ്പൊ സുരേഷ് ഗോപി ചേട്ടൻ ഇവിടെ ഈയിടെ ഇപ്പൊ നമ്മുടെ ആ ഒരു സ്ഥാനം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് നെഗറ്റീവ് വരാത്തത്. കാരണം എന്താ കമന്റ് നെഗറ്റീവ് ഇപ്പൊ നടിമാർക്കാണെങ്കിൽ നടന്മാർക്കാണെങ്കിലും ഉണ്ട്. സുരേഷ് ഗോപി വിജയിക്കുമെന്ന് കേരളത്തിലേകെ പറഞ്ഞ ആൾ ഇങ്ങേരാണ്, ബാക്കി എല്ലാരും പോകുന്നു പറഞ്ഞു. അത് നേരാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിയും അലഞ്ചേഴ്സ് പെരേരയാണ്. ഇപ്പൊ സുരേഷ് ഏട്ടനെ പറ്റി വിജയിക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോഴേ അദ്ദേഹം ഞാൻ പറഞ്ഞിരുന്നു, സുരേഷ് ഏട്ടൻ ഈ കൊല്ലം തൃശ്ശൂർ കൊണ്ടുപോകുമല്ല, അങ്ങനെ മച്ചാമാരുടെ സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നു. അപ്പോള് കുറെ മീഡിയക്കാര് പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ജയിക്കില്ല എന്ന്. പേരെടുത്ത് പറയുന്നില്ല, കുറച്ച് ആറാട്ടെണ്ണം സന്തോഷം ഉറക്കി പറഞ്ഞിരുന്നു, പിന്നെ നമ്മുടെ മാക്കും പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു ജയിക്കുമെന്ന്. കാരണം പുള്ളിയുടെയൊക്കെ 2 മക്കളെ, ഇപ്പൊ ഗോകുൽ സുരേഷിനാണെങ്കിലും പിന്നെ ഒരു താഴത്തുണ്ടല്ലോ മാധവായിട്ട് ചെറിയൊരു കമ്പനി ഉണ്ട്. കാരണം നമ്മുടെ കിങ് ഓഫ് കോത്തഡ് ലൊക്കേഷൻ വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ പുള്ളി ഹോട്ടലിൽ കൊണ്ടുപോയി വർത്താനം പറയിച്ചിരുന്നു. അപ്പൊ കുമ്മാട്ടി കളിയുന്ന പടം കാണണമെന്ന് മാധവ് പറഞ്ഞിരുന്നു. അപ്പോ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം വന്നു. കാരണം അന്ന് മാത്രമേ കണ്ടില്ലെങ്കിലും പിന്നെ ഓരോ പ്രോഗ്രാംസിനെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ അന്നത്തെ ഒരു ദിവസം കണ്ടില്ലെങ്കിലും ഒരു സ്നേഹമുണ്ട് അവർക്ക്. നമ്മളെ അന്ന് അത്ര വൈറൽ ആയിരുന്നില്ലെങ്കിലും ആ ഒരു റിവ്യൂ പറഞ്ഞ രീതി അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലത്തെ ആൾക്കാര് മക്കളാണല്ലോ അവര്. അപ്പൊ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ നല്ല രീതി വരുമെന്ന് ഓർത്തിരുന്നു. അങ്ങനെ പറഞ്ഞു ജയിച്ചല്ലോ. ഇപ്പൊ എന്താ പറയുക, ഭയങ്കര കഷ്ടമല്ല. നല്ല കാര്യല്ലേ ജയിച്ചു, ആളെന്തോരായി. എനിക്ക് സന്തോഷാ. ഗോകുൽ സുരേഷ് ഏട്ടൻ പറഞ്ഞു, ഒരു നടി പണ്ട് നാട്ടിലെ പേര് ഞാൻ പറയുന്നില്ല, വിവാദവും. അപ്പൊ ഒരു മലയാള സിനിമ നടി സുരേഷ് ഏട്ടൻ ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായോ? അത് പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ, നടിയാകും മുമ്പ് പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. ഒരു വീഡിയോ ക്ലിപ്പേ വൈറലാവുന്നുണ്ട്. അപ്പോ അത് ഇപ്പോഴെടുത്ത് കുത്തിപ്പൊക്കിയിടേണ്ട ആവശ്യമില്ലായിരുന്നു. അത് സോഷ്യൽ മീഡിയയുടെ ഒരു തെണ്ടിത്തരമാണ്. മനസ്സിലായി? ആ നടിയുടെ അപമാനിക്കുക, പിന്നെ അതിന്റെ പുറകെ വിവാദങ്ങളായിട്ട് ഇന്റർവ്യൂ പോകുക, അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഞാൻ അറിഞ്ഞോ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇട്ടോ? ഡിസബിലിറ്റി ഇല്ലല്ലേ? അതല്ല, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇട്ടോ? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇട്ടോ? ക്ലിയർ ആയില്ല. അല്ല, എനിക്കറിയാവുന്ന ഒരാള് ഇങ്ങനെ അടിക്കാൻ വേണ്ടി പോയി.
എനിക്കൊരു അപ്പൊ അവിടെ ചെന്നപ്പോ പറഞ്ഞു നേരെ അടിച്ച് കഴിഞ്ഞാൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, അഖിലിനോട് ഒരു കാര്യം. ഇപ്പൊ അഖിലാണ്, അഖില് നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അഖിലെ അത് വിവാദം പോടാ. അപ്പൊ അഖിലെ നമുക്ക് വേറൊരു അണ്ണനുണ്ട് മനോജ്, ആളൊരു ശുദ്ധനാണ്. പുള്ളി ടൈഗർ അണ്ണൻ എന്ന് പറയുന്നത് കിംബോയുടെ കാര്യമല്ല ഇവിടെ മനോജിന്റെ കാര്യം പറയുന്നത്. അപ്പൊ പുള്ളിയുടെ എന്ന് പറയുക ചാടിത്തുള്ളി റിവ്യൂ പറയണ പൃഥ്വിരാജ് അങ്ങനെയാണ്, പൃഥ്വിരാജ് ആണ്ടാരികയാണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇതാണ്, പാവാണ്. അപ്പൊ ഒരു ദിവസം ഒരു വീഡിയോ അഖിലിന്റെ വൈറലായി. അതായത് അഖിൽ എന്നിട്ട് ഇങ്ങനെ എന്താ അവിടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ വൈറലായി. അതിനെ കുറിച്ച് അഖിൽ ഒന്ന് പറയുക. അങ്ങനെയാണ് വൈറലായി പോയത് അഖിൽ. ആ വീഡിയോ ഉണ്ടാറിയാൻ പാടില്ല, മനഃപൂർവ്വം വൈറലാവാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. അത് ഏതോ ചതിയാലെടുത്തൊരു വീഡിയോ ആണത്. പിന്നെ ആ സോഷ്യൽ മീഡിയയിലെ നീല ടീഷർട്ട്, ആ സോഷ്യൽ മീഡിയയിൽ ആ നീല ഷർട്ട് ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ട സിനിമ പുള്ളി അതിനും വലിയൊരു അവൻ ചെയ്ത പരിപാടി എന്താ പറയാ. ആ വീഡിയോ ഫുള്ള് അങ്ങനെയല്ല, ആ വീഡിയോ കട്ട് ചെയ്യാനായിട്ടാണത്. അത്ര ആ പേജിന്റെ പേര് പറഞ്ഞു ആ പുള്ളി. ഞാൻ ആ മറ്റേ ഒരു പേരെന്തായിരുന്നു, എന്തോ പേരും പറഞ്ഞു. അവനെ ചതിയാലെടുത്തൊരു വീഡിയോ എന്റെ സംഭവത്തോട് ഞാൻ വൈറലാവാൻ വേണ്ടി ചെയ്തതല്ല, സത്യം. അത് ആ വീഡിയോ എന്റെ ബോഡി ഗാർഡ് ആയിരിക്കും. സ്വയം രക്ഷിക്കാൻ വേണ്ടിയാണ് അത്. എപ്പോഴും ആറട്ടന് ഇങ്ങനെ ഒരുപാട് പേര് എന്താ പറയാ, എപ്പോഴും ഈ തല്ല് കുത്തി ഇടിക്കല് തിരിക്കും. ഒന്നാമത്തെ പ്രായത്തിനേലും ഗവനിക്കണം, മനസ്സിലായില്ലേ? അല്ലല്ലേ? പിന്നെ നിങ്ങളൊരു കേസോട് ഓർത്തോ, എപ്പോഴും ലോട്ടറി അടിക്കുന്ന ആറാട്ടണ ഇങ്ങനെ പീഡിയോട്ട് വീട്ട് ഒരു ദിവസം എഴുതി വെച്ച ആറാട്ടണ നല്ല അടിപൊളി ഏതൊരു സെലിബ്രിറ്റി ആറാട്ടന് പ്രൊപ്പോസലായിട്ട് വരും 100%. ഞാൻ അവനോട് അങ്ങനെ പറയാൻ കാരണം ഒന്നാമത്തെ മമ്മൂക്ക എനിക്ക് വേറൊരു രീതിയിൽ ഉപകാരം, എനിക്ക് ഒരുപാട് ഞങ്ങൾ പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാണ്. മമ്മൂക്കയായിട്ട് ജോർജ് ചേട്ടനെ ലാലേഷേട്ടനെ ആയിക്കോട്ടെ എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഫാൻസിന്റെ ആള് ഫാൻസിനെ നിർത്തിയിട്ട് കുട്ടനാട് പോകിന്ന് ഇറങ്ങിയതാ. ഞാൻ കഴിഞ്ഞ ഒരു ഒക്ടോബറിൽ ടൂർ വന്നേ കൊടൈക്കനാലില്. അപ്പൊ എന്റെ പൈസ ഇല്ല. ഞാൻ അപ്പൊ ജോർജ് ചേട്ടനോട് ജോർജ് ചേട്ടാ എനിക്ക് ഇങ്ങനെ ടൂർ പോകാനാണ് പൈസ, നീ എവിടെ ടൂർ പോകണമെന്ന് ചോദിച്ചു. കൊടൈക്കനാലാണ് സ്പോട്ടിൽ എന്റെ ഗൂഗിൾ പേര് ജോർജ് ചേട്ടൻ പൈസ ഇട്ടു. പൈസ ഇട്ടതെന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് നേരെ ഈ തർബോള ഷൂട്ടിംഗ് എടുക്കാൻ പുത്തൻകുരിശില് പോലീസറായിട്ട് ഇടിക്കുള്ള ആയിട്ട് പുത്തൻകുരിശിൽ നടന്ന് അവിടെ ചെന്ന് പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിയെ പൈസ മേടിച്ചില്ല എനിക്ക്. അപ്പൊ എനിക്ക് അങ്ങനെ പല രീതിയിൽ ഞാൻ 8 പ്രാവശ്യം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ ഫാൻസ് ബന്ധത്തിലല്ല മമ്മൂക്ക അറിയണത് എന്നാ. പിന്നെ ഞങ്ങൾ എന്നെ യൂട്യൂബ് ചേസ് ചെയ്ത് വേറെ വിഷയത്തിലൊക്കെ മമ്മൂക്ക നേരിട്ട് നല്ല അറിയും നന്നായിട്ട്. മമ്മൂക്ക പിന്നെ എല്ലാരും ചൂടാവൂലേ, അതൊന്നും ചൂടാവൂല. അങ്ങനെ ഒരുപാട് ചൂടായില്ലേ. പിന്നെ ദേഷ്യം അത് രണ്ട് കാറ്റഗറി. ആരും മമ്മൂക്കയുടെ സ്വഭാവം ഞാൻ കണ്ടതിൽ വെച്ചിട്ടില്ല. ഞാൻ 1-2 പ്രാവശ്യം പുള്ളിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മമ്മൂക്ക കണ്ട് പ്രശ്നമാണ്, പക്ഷെ നല്ല സ്നേഹമുള്ള ആളാട്ടോ. അതായത് അപ്പൊ ചാടി എന്റെ പിന്നെ ഇതുപോലെ തന്നെ ഞാനൊരു ദിവസം വണ്ടി ചേസ് ചെയ്തിട്ട് എന്നെ തെരുവൂർ ഇറക്കിവിട്ടാ. ഞാൻ ഫോൺ കണ്ടപ്പോ തന്നെ മമ്മൂക്ക വിളിച്ചിരുത്തി ഫോൺ. അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഞങ്ങളെ നല്ല രീതിയിൽ പേഴ്സണൽ എന്താ അറിയാം. ഇപ്പൊ ഞാൻ ഇത്ര ആൾക്കാരെ പോലും ആരും വിശ്വസിച്ചില്ല. സംഗതി മമ്മൂക്കടെ ചോദിച്ചാൽ നിങ്ങള് ടൈഗറിന്റെ മൈൻഡ് ചെയ്യില്ല പറയണു. അവരെ മൈൻഡ് ചെയ്തിരിക്കാറുണ്ട്. കാരണം ബീസി ആയതുകൊണ്ടാണ് ഞാൻ പറയാം. ഞാനിപ്പോ എന്നെ തന്നെ മൈൻഡ് ചെയ്യാറില്ല. എന്നെ തന്നെ ഞാൻ കൂളായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറുന്ന സ്വഭാവം ഉണ്ട് എനിക്ക്. പണ്ട് ഞാൻ അടിച്ചിട്ട് മൂക്കിന്ന് ചോര വരെ വന്ന സംഭവങ്ങളുണ്ട് റിയൽ ലൈഫിൽ. ഞാൻ പറയട്ടെ ഒരു കൂട്ടുകാരനെ ഒരു പഠിക്കണ സമയത്ത് പെൺവിഷയത്തില്ല, പെണ്ണുങ്ങളുമായിട്ട് ഞാൻ വിഷയം കൊണ്ട് അങ്ങനെയല്ല. ചെറിയ ഒരു 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പഠിക്കുമ്പോ പീഡിപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരില്ലല്ലോ. ഒരു വർത്താനം പറയുക, കണ്ണി നോക്കി സംസാരിക്കുക, പ്രണയ ഒരു ലൈനിൽ പോവുക, പ്രണയം ലൈൻ ഇങ്ങനെയൊക്കെ കൈ തുടങ്ങുക, അങ്ങനെ ലൈൻ. അപ്പൊ അങ്ങനെ ലൈനിൽ സംസാരിക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ല. പലർക്കും കാമുകന്മാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. CBSE സ്കൂളില് എനിക്ക് മേഘാഞ്ജിത ദീപ്തി ഇങ്ങനെ കുറെ പേരുണ്ടായിട്ടുണ്ട്. അങ്ങോട്ടുണ്ടായിട്ടുണ്ട്. വൺ സൈഡ് ലവ് കെട്ടിയമാരൊന്നും ഉണ്ടാവുന്ന പ്രായമായിട്ടില്ല. എന്റെ പ്രായം തന്നെയുള്ളു, 23 വയസ്സേ ഉണ്ടാവുള്ളൂ.
പ്രണയം. ഇപ്പൊ അനാർക്കലി ഇതുണ്ടോ, ക്രഷ് ഉണ്ടോ? കൂടുതലും എനിക്കിപ്പോ എന്നോടിപ്പോ ഫോട്ടോ എടുക്കാൻ വരുന്നത് കുറച്ച് മുസ്ലിംസ് ആയിട്ടുള്ള മുസ്ലിം ഫാമിലിയിലെ കുറച്ച് ഗേൾസ് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. അല്ല, അനാർക്കലി ക്രഷ് ഉണ്ടോ? ആരാധനയുണ്ട്, ക്രഷൊന്നുമില്ല. നേരത്തെ ക്രഷ് ആണെന്ന് പറഞ്ഞത്. നേരത്തെ ക്രഷ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ക്രഷ് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് മഹിമ നമ്പിയോട് തോന്നണം. നെഞ്ചി കുത്തു നീ. അണ്ണന്റെ നെഞ്ചിൽ നീ കത്തിയെടുത്ത് കുത്ത്. നിങ്ങളുടെ പ്രായമുണ്ട്. അവർക്ക് 30 വയസ്സുണ്ട്. അതെ അല്ലേ ബോഡി ഗാർഡ് അല്ല അവർക്ക് 30 വയസ്സ്. അല്ല 5 ദിവസത്തെ കാര്യം എന്തൊക്കെയാണ് അണ്ണന്റെ ബോഡി ഗാർഡ്. ഇത് ഞാൻ അണ്ണന്റെ ഭാഗത്താ. കാരണം അണ്ണൻ അണ്ണനെ ആ മാമി എന്നാ ആ കൊച്ചിനെ നോക്കണമെന്നുള്ള അണ്ണന്റെ കൂടെ ആൾക്കാർക്ക് മൊത്തം അപ്പൊ അങ്ങനെ ചെയ്യരുത്. അന്ന് ഞാൻ പറയാം. അല്ല, നീ നിത്യവേദന ക്രഷ് കൊള്ള. അതല്ലേ ദൃശ്യത്തില് രണ്ടുപേരും തോന്നുന്നുണ്ട്. ദൃശ്യം മറ്റേ അനിലല്ലേ, എസ്തർ അനില്, എസ്തർ അലി. അവരാരും പറഞ്ഞിട്ടില്ല. ക്രഷ് ഉണ്ടോ? ചെറിയൊരു ഇഷ്ടമുണ്ട്. നിന്റെ അടുത്ത് ഉണ്ടായിരിക്കണോ കൊച്ച്? പണ്ടത്തെ സെറ്റപ്പ് എനിക്ക് എന്റെ പ്രേമം തോന്നിയ ഒരു മലയാള സിനിമ ഒരു കാറാണ് നമ്മുടെ ദിലീപേട്ടന്റെ മോളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അല്ലല്ല ഞാൻ മെസ്സേജ് കൃഷ്ണനെ ഞാൻ വേറെ രീതി പറഞ്ഞില്ല. എനിക്കിഷ്ടമുണ്ട്, പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊരു അല്ലല്ല നമ്മള് ഞാൻ ഒരിക്കലും അതല്ല ഞാൻ ഒരിക്കലും ആ കൊച്ചിനെ ശല്യപ്പെടുത്താനാ പുറകെ പോകണം. ഞാൻ ഒരിക്കലും ദിലീപേണ്ട സ്വത്തും കണ്ടില്ല സ്നേഹിച്ചത്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി. നിന്നോടൊന്നും തുടങ്ങിയല്ല, കുറെ വർഷമായിട്ടുള്ളതാണ്. അല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അല്ല മീനാക്ഷിക്ക് പേഴ്സണലായിട്ട് അയച്ച മെസ്സേജ്. ശരിയാ, നിങ്ങളുടെ വിശേഷം പറയാൻ വേണ്ടി വന്നിട്ട് ഇവിടെ ഒരു കാര്യം ഇവനെന്തായാലും ചന്തുവിന്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു. ചന്തു നമ്മുടെ സലീമേന്റെ മോല്ലേ, സലീമേന്റെ മോൻ ചന്തു അതിനൊരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എന്തോ ടർബോയുടെ ഇതുണ്ടല്ലോ ജീപ്പിന്റെ സൈഡിലല്ലടാ എന്ന ഫോട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് പറഞ്ഞില്ല. 3 കോടി രൂപയൊക്കെ വാങ്ങി വേണമെങ്കിൽ കല്യാണം കഴിക്കാന്ന് ഒരു സുഹൃത്തിയുടെ വിളംബരം ചെയ്തു. അറിഞ്ഞായിരുന്നോ? 3 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ കെട്ടാം, പെണ്ണ് വെളുത്തായിരിക്കണം, കാർ ഓടിക്കാൻ അറിയണം എന്നൊക്കെ പറഞ്ഞു. അതായത് പുള്ളി ബാക്കിലിരിക്കുള്ളൂ. ആ പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് കല്യാണം കഴിച്ച് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലാണ്. അങ്ങനെ അവര് പറഞ്ഞു. കാരണം 3 കോടി കിട്ടണം, അത് വിളംബരം നടത്തിയത്. ശാന്തിവിൽ ദിനേശ് ഒരു ഡയറക്ടർ എന്നെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആകെ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, ബംഗ്ലാവ് ലവ് പറഞ്ഞ ആരും കണ്ടിട്ടുമില്ല. പുള്ളി പണ്ട് എന്നെ ഞാൻ ടാർഗറ്റ് ചെയ്തോണ്ടിരുന്നു, ഇവരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്തിട്ട് ഞങ്ങളെ കുറിച്ച് ബോധത്തിന് മനസ്സിലാവണില്ല. ഈ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന വ്യക്തി, അപ്പൊ അതേ പല ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. നമുക്ക് പല കാര്യങ്ങളും പുള്ളി വാട്സാപ്പ് അയച്ചു തരുന്നുണ്ട്. അപ്പൊ എന്നിട്ടും പുള്ളി കയറിയിട്ട് ഓരോരോ കാര്യങ്ങൾ കുറ്റപ്പെടുത്തലുകളാണ്. കാരണം വെച്ചാൽ പുള്ളിക്ക് ഒരുപാട് സിനിമ കാര്യങ്ങളുണ്ട്, പക്ഷെ എന്താ റീച്ച് കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ആദ്യം ആറാട്ടൻ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു, 2 വീഡിയോ ആറാട്ടനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ ഏറ്റവും ദിവസം ഞങ്ങൾ നോക്കിയപ്പോ ഒരു സുഹൃത്ത് 2 പേരും കൂടെ അതായത് വാട്സാപ്പിൽ ഇട്ടേക്കൂടെ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താണ് സംഭവം എന്ന് വിഷയം നമ്മൾ കൂട്ടുകാരെ അയച്ചു തന്നേക്കുക. പെരേരനെ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പെരേരനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല, തിയേറ്ററിൽ നിന്ന് അവിടെ തന്നെ കിടപ്പാണ്, അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കല്, പടം മൊത്തം കാണുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട്. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞ മുടിയെ കുറിച്ചുള്ളൊരു ഇതില് പുള്ളി നെഗറ്റീവായിട്ട് പറയും. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ തന്നെ പല വർക്കിലും അണ്ണാ ഈ മുടി ആവശ്യമാണ്, ഇത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റത്തില്ല, താടിയും മുടി, പിന്നെ സൗന്ദര്യം ഇത് വെട്ടിക്കളഞ്ഞാൽ പോകുന്നതാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ഈ ലുക്കിലങ്ങ് മുന്നോട്ട് പോവാണ്. അപ്പം ഇതിനെക്കുറിച്ച് പുള്ളി പച്ച രീതിയിൽ എന്ന് വെച്ചാൽ ആക്ഷേപിച്ച് ബോഡി ഷേവിംഗ് ആയിട്ട് പറയും. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് പ്രതികരിച്ചപ്പോ കുറെ ആൾക്കാർ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ചിലവർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് പുള്ളിയുടെ രീതിയിൽ പോയതില് ഒരു കാര്യം, അലിൻ ജോസ് പെരേര ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുവാണ്, ഒരു മിനിറ്റ്. അപ്പൊ എനിക്കൊരു കാര്യം പറയാം, നമ്മുടെ മുഖം സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കും, എന്നിട്ട് അത് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് വേണം
മറ്റുള്ളവരെ കളിയാക്കാൻ. കാരണം പുള്ളിയുടെ പേജിന്റെ താഴെ പച്ചയ്ക്ക് തായും പൂവും കൂട്ടി ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട്. മഹാനായ ഒരു നടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഞാൻ പേര് പറയുന്നില്ല. ആ നടനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ വീട്ടിലെ ആൾക്കാർ തല്ലാൻ വരെ പോയ ചരിത്രം. നടന്റെ പേര് പറയണ്ട. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ ചാനലിൽ മാത്രമേ പറഞ്ഞു. മഹാനായ ഒരു നടൻ ഇന്നും നമ്മുടെ ഒപ്പം ഇല്ല. ആ നടനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ എത്തും ആളുകൾ, ജനങ്ങൾ എത്തും. അതുപോലത്തെ ഒരു നടനാണ്. ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിനെ കൊല്ലണ്ടായിരുന്നു. പെണ്ണുങ്ങൾ വരെ തെറി വിളിച്ചായിരുന്നു, താ കുട്ടിയെ വിളിച്ച് ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. പക്ഷെ അതൊന്നും പുള്ളി നല്ലതാണ്, ബാക്കിയുള്ളവർ എന്ന രീതിയിൽ. ശാന്തികുള ആരാണ്? ഏത് സിനിമ ചെയ്തു? ബംഗാളിയാ? ഏത് അവതാ ആരോ നടനാരാ? നായിക ഏതായാലും ഇപ്പൊ ഞങ്ങള് കൂടിക്കാഴ്ച നടന്നൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ വനിതയിലാണ് കണ്ടത്. അപ്പൊ ഒരു നല്ല സിനിമ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വീണ്ടും വനിതയിൽ കയറി. എനിക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ തന്നെ അലിൻ ജോസ് വിളിച്ചിട്ടുണ്ട്. എന്നാ ഷൂട്ട് അടുത്ത ആഴ്ച എന്നെ വിളിക്കാന്നാണ് പറഞ്ഞത്. അത് പാസ്സാക്കണ്ട എന്നിട്ട് ബോഡി ഗാർഡ് സിനിമയിൽ ഷോർട്ട് ഫിലിം. അല്ല ഒരു ഞാൻ അപ്പൊ ഈ അഭിലാഷാട്ടയും അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ അത്രയും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം നാളെ പുള്ളി അതിനെപ്പറ്റി വേറെ വീഡിയോ ഒന്നും അറിയില്ല. ഞാൻ അദ്ദേഹം എന്നെ മറ്റേ മോശമാക്കിയെന്ന് പറഞ്ഞു, എന്നെ ഒരു കളിയാക്കിയ രീതിയിൽ പറഞ്ഞു. ഹലോ മിസ്റ്റർ പെരേര എന്ന് പറഞ്ഞ പെരേരയുണ്ട്. അപ്പൊ എന്നെ കളിയാക്കിയിട്ടില്ല. പുള്ളിയെ മുടി വെട്ടാറില്ല, കുളിക്കാറില്ല ശരിക്കും. അപ്പൊ ആ ഒരു ലൈനാണ് പുള്ളി പിടിച്ചത്. കുളിക്കാറുണ്ട്, ഇന്നലെ ഞാൻ കണ്ടതാ കുളിക്കണത്. അഭിലാഷേട്ടൻ മുടി ഇങ്ങനെ വളർത്തുന്ന ഡൊണേഷൻ ആണോ? മൂവിക്ക് വേണ്ടി ഏത് പടാ? ഇപ്പൊ സന്തോഷേട്ട പടത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി സീൻ ഉണ്ട്. ഇതൊക്കെ ഐഡന്റിറ്റി അവൻ നമ്മളെ ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? അലിൻ ജോസിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടനുണ്ടാവോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഏത് വർക്കാണെന്ന് എനിക്കറിയില്ല. അവൻ ചെയ്യുന്ന സ്വന്തം പ്രദീപിന്റെ വർക്കിലെ നമുക്ക് ആടിയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിക്കാം. പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ആവേശം സിനിമയിലെ ഒരു രംഗമുണ്ട്, മറ്റേ നമ്മുടെ രംഗണ്ണന്റെ അമ്പാന്റെ. അപ്പൊ അമ്പാനാക്കി ഒരു റീൽ ചെയ്യാന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അമ്പാനാണ് ആ പടത്തിൽ ഏറ്റവും ത്രൂ. ആവേശം നായകൻ പകർവസിനെ അതല്ല അണ്ണന്റെ റോൾ ഒരിക്കലുണ്ടല്ലോ. എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾ അവസരം തരില്ല അല്ലെ? മൈക്ക് ഇന്റർവ്യൂ ചെയ്തവരുണ്ടല്ലോ, അവര് എന്താ പറയാ ആങ്കറല്ല ചോദിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വന്നപ്പോ ഒരു അബദ്ധം പറ്റി. ആങ്കർ എന്ന് പറഞ്ഞു. എനിക്ക് വിദ്യാഭ്യാസത്തിൽ വളരെ ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് പറയില്ല. ആങ്കർ ഇപ്പോഴാണ് എനിക്ക് ആങ്കർ എന്ന് മനസ്സിലാവണേ. ചേട്ടാ ആങ്കർ അത് ഒരു സിനിമാകാരൻ ഗിരി എന്ത് റോള് അഭിനയിക്കാൻ വേണ്ടി എന്ത് നമ്മളിപ്പോ ഇന്നിപ്പോ കളിയാക്കി നാളെ പറയാൻ പറ്റൂല. ഇപ്പൊ മറ്റേ സിനിമയിലെ അവസാനം ചോദിച്ചോണ്ട് ഞാൻ പറയണേ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ പറയാട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സിനിമയില് അറിയാലോ, സിനിമ ബിസിനസ് ആണ്. അപ്പോ ഇപ്പൊ സിനിമാക്കാരിൽ ചാൻസ് വേണമെങ്കിൽ ഞാൻ പച്ചക്ക് പറയാം, ഒരു 5000 10,000 തരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ വേഷം തരാം. തയ്യാറാണോ? ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് ഇങ്ങനെ ആളെ പോലല്ലേ ഇൻവെസ്റ്റ് കയ്യിലുണ്ട് ഞാൻ ചെയ്യും. അതല്ല പെട്ടെന്നല്ല അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പോഴാണ് ഞാൻ കേട്ട് അവൻ പ്രദീപിന്റെ വർക്കിൽ വേഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഖിലിനെ വിളിക്കും. അത് അവന്റെ വ്യക്തിപരമായ കാര്യമാണത്. അത് നമ്മളിവിടെ പഠിക്കാൻ പോണു. ബാംഗ്ലൂർ പെൺകുട്ടിയിലൂടെ നടക്കാൻ വേണ്ടി പോണു. LLB അടുത്ത വർഷമല്ലേ, ഈ വർഷം എന്തായാലും ഓൺലൈൻ റിവ്യൂ ആയിട്ട് ഉണ്ടാവും. ഇപ്പൊ ആങ്കറിംഗിലേക്ക് കടന്നിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് അടുത്ത വർഷം.
അടുത്ത വർഷം നമ്മുടെ ജുവൽ മേരി ആയിരിക്കും ഉദ്ഘാടനം. ജുവൽ മേരിക്ക് 2 lakhs. ഒരു 10 minute ഉദ്ഘാടനം അത്രേ ഉള്ളൂ ജുവൽ മേരിക്ക്. പാട്ടില്ലേ ജുവൽ വെച്ച് മറ്റേ സമ്മതിച്ചാ ചെയ്യാം. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നീ പണ്ട് പറഞ്ഞു ഞാൻ ഉദ്ഘാടനം ചെയ്യാതാണ് പറഞ്ഞത്. ഇപ്പൊ എന്നെ വിട്ടോ. ഞാൻ ഇത് തന്നെ കെട്ടിത്തൂക്കിയതാ, മറ്റേ നാടകത്തിൽ കെട്ടിത്തൂക്കിയതല്ലേ. അവിടല്ലോ ഇവന് ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഇവന് പപ്പ പൈസ. അപ്പോ പപ്പയില്ലേ പപ്പ പറയട്ടാ അങ്ങനെ ഈ പപ്പ ഇവരൊരു കട ഇട്ട് കൊടുക്കുവാണ്. ഈ കട ഉദ്ഘാടനം ഞാൻ ജുവൽ മേരി വരുന്നുണ്ട്. 10 സെന്റ് വരുന്നതിന് 1 ലക്ഷം 2 ലക്ഷം കൊടുക്കും. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എടാ അപ്പൊ റിവ്യൂ നിർത്തിയെന്ന് ചോദിക്കുക. റിവ്യൂ രാത്രി പറയാലോ. അങ്ങനെ ഒരു കാര്യം. അപ്പൊ എന്തായാലും ഞങ്ങൾ കണ്ടപ്പോ ഒരു നല്ല സിനിമ കണ്ടിട്ട് വന്നെ. ഒരു കഥ പറയാന്ന് പറഞ്ഞൊരു സിനിമ കണ്ട്. അണ്ണൻ കണ്ടില്ല പടം? ഒരു കഥ പറയാം എന്നൊരു സിനിമ ഇപ്പൊ വനിത കളിക്കേണ്ട നല്ലൊരു മൂവിയാണ്. അതൊരു പുതിയൊരു നായകൻ സംവിധായകൻ വരികയാണ്. അപ്പൊ നല്ല അത്യാവശ്യം നല്ലൊരു റീച്ച് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് വന്നത്. അതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് ആളുകൾ കുറെ ചിരിച്ചൊരു സംഭവം നമ്മുടെ പെരേര പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കും. നമ്മുടെ മമ്മൂക്കാടെ പട്ടണത്തിൽ ഭൂതം എന്ന് പറയുന്ന സിനിമ കണ്ടോ? അങ്ങനോട് കണ്ടോ? ഒരു മിനിറ്റ്, കണ്ടോ ഇല്ലയോ? കണ്ടോ? അതിനകത്ത് ഒരു ചെറിയ പെർഫോമൻസ് നമ്മുടെ പെരേര കുറച്ച് ഒരു ഇടവേളയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ വേണ്ടേ? അപ്പൊ ആ പെരേര ഭൂതത്തിന്റെ സൗണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി അത് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ അടുത്ത് ഒരു സംഭവത്തെ പറ്റി പറയാം. ചെറിയൊരു സംഭവം, നല്ല സംഭവം. അപ്പോ നമ്മള് ഇന്ന് മറ്റേ ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു. നമ്മളിപ്പോ വിളിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തതാണ്. അപ്പോ ആ പടം മാത്രമല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഓൺലൈൻ ഫേസ്ബുക്ക് വഴി ഓൺലൈൻ വഴി എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതുവഴി ഞാൻ DNA സിനിമ, പിന്നെന്താ മുറിവ്, അങ്ങനെ എല്ലാ സിനിമയ്ക്കും പോസ്റ്റ് ഇടാറുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു കഥ പറയുന്ന നേരത്തിന്റെ മാസം പോസ്റ്റ് ഇടാം. മനസ്സിലായോ? എനിക്ക് സിനിമയോട് സ്നേഹമുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്നോട് ഇങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിളിച്ച് പടം കാണിക്കുക എന്നുള്ള രീതി ഇല്ലായിരുന്നു. ഗറിന്റെ ടീം എന്നെ വിളിച്ചില്ല, പിന്നെ DNA ടീം എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തില്ല റിവ്യൂ പറയണമെന്ന് പറഞ്ഞു. മനസ്സിലായി? നമ്മള് മറ്റേ കഥ പറയുന്ന നേരത്തിന് ടീം വിളിച്ചു, അവരുടെ വർക്ക് ചെയ്തു, കറക്റ്റായിട്ട് റിവ്യൂ പറഞ്ഞു പോകുന്നു. മനസ്സിലായി? ഭൂതത്തിന്റെ ചെയ്യാം നമുക്ക്. അടച്ചേട്ടാ ഭൂതം അറിയാവോ ഏതാന്ന്? ഏതാ? പട്ടണത്തിൽ ഭൂതത്തിലെ മമ്മൂക്കാന്റെ ഒരു കുട്ടിത്തം നിറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. മമ്മൂക്കയുടെ ഒറിജിനൽ സൗണ്ട് അല്ല, മമ്മൂക്ക തന്നെ ഡബ് ചെയ്ത ഒരു പടമാണ് പട്ടണത്തിൽ ഭൂതത്തിലെ ആ സൗണ്ട്. ഇതാണല്ലേ ചിമ്മിയെങ്കിൽ ആള് കൊള്ളലാണല്ലോ. ഭൂതങ്ങൾക്ക് 5000 വയസ്സ്. പിന്നെ കുപ്പിയിലാക്കണ പിണ്ണാക്കോ അതെന്താ സാധനം? തലയിൽ പിണ്ണാക്കെന്ന് കേട്ടിട്ടുണ്ട്. അത് നിന്റെ തലയിൽ പിണ്ണാക്കായിട്ടാ? എന്താ സാധനം? അപ്പൊ പാട്ടുണ്ടല്ലോ, പാട്ട് തുടക്കം കിട്ടോ? അടിപൊളി ഇടിമഴ പടവിളി നടുവിൽ പട്ടണ ഭൂതം ഞാൻ. അടിപൊളി അടിപൊളി പടവടി നടുവിൽ പട്ടണ ഭൂതം ഞാൻ. ഭൂതം അടിപൊളി ഇടിമടി പടവടി നടുവിൽ പട്ടണ ഞാൻ. അടിപൊളി ചുരവട ചുറ്റി നടക്കണി ഭൂതം ഞാൻ. ഭൂതം ഞങ്ങൾക്ക് ഭൂതം കൊമ്പം ശരിമടിമേ. അപ്പോഴേക്ക് പണിയോ? എന്തിനെന്നെ സ്മരിച്ചാ ഞാൻ വരും. ഒരു ചോദ്യം പോലെ ചോദിക്കാൻ ആദ്യമായിട്ട് ആങ്കർ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അല്ല, ആങ്കർ നന്നായി ഡാൻസ് ചെയ്യും. ഞാൻ ഡാൻസ് കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ അങ്കിതട കൂടെ ഒരു ഡാൻസ് കളിച്ചല്ലോ, നമ്മുടെ മായമ്മ നടിയോടോ. എങ്ങനെ തോന്നി? എന്ത് തോന്നി ആ ഡാൻസ് കളിച്ചപ്പോ? സാധാരണ ആങ്കർമാർക്കൊപ്പം ഡാൻസ് കളിക്കാനായിട്ട് നടിമാര് അധികം നിക്കാറില്ല. ആങ്കർമാർക്കൊപ്പം അത് എങ്ങനെ തോന്നി?
അങ്കിത നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഒന്നാമത്. അപ്പൊ സംസാരിച്ചപ്പോ ആള് കളിക്കാൻ നല്ല കുട്ടി, നല്ല ഫ്രണ്ട്ലിയാണ്. നല്ല എന്ന് വെച്ചാൽ ക്യാരക്ടർ അതുപോലെ ചെയ്തിട്ടുണ്ട്. മായമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇനി നമ്മളെ സംസാരിക്കാൻ വേണ്ടി ആങ്കർക്ക് കൊടുക്കുക. നമ്മൾ എത്രയും നേരം നമ്മള് ആങ്കർ ഇന്റർവ്യൂ കൊണ്ടിരുന്നത്. ശരിക്കും ആങ്കർ നമ്മളെ ഇന്റർവ്യൂ ഉണ്ട്. ആങ്കർ കൊടുക്കാം. സോറി. എനിക്ക് നാലുപേരോടും കൂടെ ഒരു പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മൾ പൊതുവെ ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് സോഷ്യൽ മീഡിയയില് ഇട്ടാലും എന്ത് കാര്യങ്ങളുണ്ടായാലും വൈറൽ ആവാറുണ്ട് പെട്ടെന്ന്. സോഷ്യൽ മീഡിയ ഞാനൊന്ന് പറയട്ടെ, അങ്ങനെ നല്ല കണ്ടന്റ് ചീത്ത കണ്ടന്റ് ഒന്നുമില്ല. എന്തിട്ടാലും നമ്മൾ വൈറൽ ആവാറുണ്ട്. ശരിക്കും ഇപ്പൊ പല ആൾക്കാരും വൈറൽ ആവാൻ വേണ്ടിട്ട് ചെയ്യുന്ന പോലെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനെ എല്ലാരും വൈറലാകുന്നു പറഞ്ഞല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമില് പല പല റീൽസ് വരാറുണ്ട്. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരായിട്ടും കാമുകന്മാരായിട്ടും പല പല റീൽസ്, സ്റ്റുഡൻസിന്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും പല പല റീൽസ്. അപ്പൊ എല്ലാ വീഡിയോസും വൈറലാകുന്നില്ല പൊതുവെ, മനസ്സിലായോ? ഒന്നെങ്കിൽ തിയേറ്റർ റിവ്യൂ അല്ലെങ്കിൽ ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ട് ചെയ്യിപ്പിക്കും ആൾക്കാരെ. ഇപ്പൊ യൂട്യൂബില് കണ്ടന്റ് ഇട്ടിട്ട് വൈറലായി കഴിഞ്ഞാൽ ഉടനെ അപ്പൊ തന്നെ ഇന്റർവ്യൂ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരാള് ഒരു സാധനം പോസ്റ്റ് ചെയ്തു, അതിന് വ്യൂസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അലിം പറഞ്ഞ ശരിയാണ്, എല്ലാ വീഡിയോയും വൈറൽ ആവാറില്ല. പക്ഷെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ വൈറൽ ആവണം എന്ന് വിചാരിച്ചിട്ട് ചിലവരൊക്കെ ലൈക്ക് ഒരു അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഓരോ രീതിയിൽ ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണ്. കാരണം മസാല വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഓടാറില്ല, നെഗറ്റീവാണ് കൂടുതൽ. അതുകൊണ്ടാണ് മീഡിയ അങ്ങനെ കാണിക്കുന്നത്. ഈ നല്ല കണ്ടന്റ് ചെയ്യുന്നോണ്ട് ഓടാത്തോണ്ടാണ് പലവരും ശ്രദ്ധിക്കപ്പെടണം, അപ്പൊ ചെയ്യാ അങ്ങനത്തെ രീതിയിൽ മസാല വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. മസാല വീഡിയോസ്, നല്ല വീഡിയോസ് അത് ഓടാറില്ല. ഇപ്പൊ നമ്മൾ നല്ല കാര്യം ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ല. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തിനെ കുറിച്ചാണെങ്കിലും ഈ കുട്ടി പറഞ്ഞ അടുത്താണ് നെഗറ്റിവിറ്റി ഉണ്ടോ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാത്തിലും ഉണ്ടോ. നല്ലത് പറഞ്ഞാൽ ആർക്കും വേണ്ട. ആ മീഡിയക്കാരെ കുറ്റപ്പെട്ട് കാര്യമില്ല. കാരണം മീഡിയക്കാർ നെഗറ്റീവ് കാണിക്കാൻ കാരണം ആളുകൾക്ക് വേണ്ട നെഗറ്റീവാണ്. നെഗറ്റീവ് ഇടുമ്പോൾ ഞാനും ഇടുമ്പോൾ നെഗറ്റീവ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്നത്. തെരുവിളിയായിരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്നത് നെഗറ്റീവിനാണ്, പോസിറ്റീവിനില്ല. അതറിയില്ല, നമ്മള് എന്ത് സാധനമായാലും മറ്റേ ട്രോളും മറ്റേ നെഗറ്റീവും വരുമ്പോഴാണ്, ട്രോള് കമ്മിറ്റും നെഗറ്റീവും വരുമ്പോഴാണ് ഇപ്പൊ സംഗതി ഇല്ല. ഒരു സിനിമയ്ക്ക് തന്നെ ട്രോളാണ് അതിന്റെ ഒരു പ്രൊമോഷൻ ഏറ്റവും നല്ലത്. ഫസ്റ്റ് പ്രൊമോഷൻ ബെസ്റ്റ് പ്രൊമോഷൻ. ഇപ്പൊ ഞാൻ പിന്നെ ചോദിക്കാൻ, ഇപ്പൊ നിങ്ങളുടെ കാര്യമാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് വൈറലായ ആൾക്കാരാ. ഇപ്പൊ സന്തോഷ് ചേട്ടനാണെങ്കിലും അഭിലാഷ് ആണെങ്കിലും എല്ലാവരും വീഡിയോ വൈറലായല്ലോ, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള വൈറലാണല്ലോ. നെഗറ്റീവ് പബ്ലിസിറ്റിയേ ഉള്ളൂ, പോസിറ്റീവ് പബ്ലിസിറ്റി ഇല്ല. അപ്പൊ ഈ നെഗറ്റീവ് ഞാൻ പറയട്ടെ ഒരു കാര്യം. ഇപ്പൊ അഖില് ചെന്നിട്ട് അവനോട് ഇപ്പൊ ഹായ് മനോജ് എന്ന് പറഞ്ഞ വീഡിയോ വൈറലാവില്ല. അപ്പൊ അഖില് ചെന്നിട്ട് അവനോട് നീ എന്താ അവിടെ അങ്ങനെ മേലെ അവിടെ കണ്ടേക്കരെന്ന് പറഞ്ഞ ചൂടാകുമ്പോ 10 പേര് ഇവനെ ഏത് മൈഗണാണ്ടന അവനെ തെറി വിളിക്കാൻ അല്ലേ. അപ്പൊ ആ ഒരു രീതിയില് പറയുമ്പോഴാണ് നെഗറ്റീവ് വരുമ്പോഴാണ് വൈറലാവുള്ളൂ. ഇവൻ ചെന്നിട്ട് നല്ല അടിപൊളിയായിട്ടത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. പിന്നെ ഒരു വീഡിയോ പടം എറിയും ഞാൻ. അതെ, ഒരു കാര്യം പറയാം. ഈ ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചില്ലേ, ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വൈറലാവാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ ചിലപ്പോ ഇദ്ദേഹം ചെയ്തൊരു വീഡിയോ ചിലപ്പോ ഒരുപാട് പേര് കണ്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടാവും. പക്ഷെ നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ അത്രയും റീച്ച് വന്നൊന്നും വരില്ല. പക്ഷെ ആ വീഡിയോയുടെ ഇതിലായിരിക്കും അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ സൗമ്യല്ലേ മാവേലിക്കര, സൗമ്യനെ അറിയില്ലേ, സൗമ്യ മാവേലിക്കര കൽക്കണ്ട ചുണ്ടിൽ എന്നുള്ളൊരു പാട്ടിന്റെ ഒരു വീഡിയോ ചെയ്ത്. അപ്പൊ ഈ സൗമ്യനെ എവിടെ ചെന്നാലും ആളുകൾ പെട്ടെന്ന് പറയാം കൽക്കണ്ട എന്നുള്ള വീഡിയോ സൂപ്പറാന്ന് പറയാം. സൗമ്യ
കോമഡി മാസ്റ്റർ, കോമഡി സ്റ്റാർസ്, കോമഡി ഉത്സവം, ഒരു കൂടി എല്ലാത്തിനും വരുന്ന കുട്ടിയാണ്. പക്ഷെ അതൊന്നും ആൾക്കാർക്ക് വേണ്ട. സൗമ്യ എങ്ങനെ വൈറലായത്? കൽക്കണ്ടം ചുണ്ടിൽ നിന്നുള്ള ഒരു പാട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് സൗമ്യ ചെയ്തെങ്കിലും ആളുകൾ കാണുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ വീഡിയോ ആണ്. ആ വീഡിയോയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലത്തെ പിന്നീട് കിട്ടിയെന്ന് വരില്ല. ഈ സിനിമകളിൽ പണ്ട് സെക്സും വയലൻസാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ. ഇങ്ങനത്തെ മസാലയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പം ഞാൻ തന്നെ പണ്ട് ഒരു 800 കോട്ട് വരുന്ന ഒരു ബുക്ക് ചെയ്തു, ഫിലോസഫി. ഒരു മനുഷ്യൻ വാങ്ങിച്ചില്ല. അന്ന് എന്നോട് ഒരാൾ പറഞ്ഞതാണ് മസാല ഇട്ട് ചെയ്യുന്നോ ഓടും. മസാലയാണ് ആൾക്കാർക്ക് വേണ്ടത്. ഞാൻ നല്ല ശരി 800 കോട്ട് ബുക്ക് ഒറ്റ കോപ്പിൽ വിറ്റുപോയി. മസാല വേണം, മസാല ഉണ്ടെങ്കിലേ പോകും മസാല. അതുകൊണ്ട് ഞാൻ സിനിമകളിൽ സെക്സ് വയലൻസ് ഇത്രയും കാണിച്ചോണ്ടിരുന്നത്. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നെഗറ്റീവ് കണ്ടന്റ് കൊണ്ടാണ് ആൾക്കാർ വൈറൽ ആവണേന്ന്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണ് ഉള്ളത്. അപ്പൊ അത് അറിഞ്ഞിട്ടും വീണ്ടും 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 അങ്ങനത്തെ ടൈപ്പ് വീഡിയോസും പോണതാണ്. അല്ല ക്രഷേ തോന്നിയിട്ടില്ലോ ഞാൻ. ആ ഒരു കാര്യം പോലും അല്ല അത് മണിക്കൂർ പറഞ്ഞാലേ എനിക്ക് തോന്നിയ കാര്യമാണ്. അല്ല അത് മണിക്കൂർ പറഞ്ഞല്ല. അല്ല എന്നാ പോലും ഇപ്പൊ ഫസ്റ്റും ഇപ്പൊ ഈ പറയുന്നവരൊക്കെ സെലിബ്രിറ്റീസ് ആണല്ലോ. ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് വൈറൽ ആവും, ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. എനിക്ക് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അല്ല എനിക്ക് നടിമാരല്ല വേറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരും എന്ന് അറിഞ്ഞിട്ടും അങ്ങനെ വീണ്ടും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ ഇമേജ് കോൺഷ്യസ് അല്ല. ഇമേജ് കോൺഷ്യസ് ആണെങ്കിൽ പെൺകുട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല. ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഷൈൻ ടോം ജാക്കറ്റോട് പെണ്ണില്ല, അതേപോലെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല. അല്ല ആറാട്ടനെ പറഞ്ഞ കാര്യത്തിലാണ് ഞാനും ചോദിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ പുള്ളി ഓരോരോ ഇഷ്ടങ്ങളാണ് പുള്ളിക്ക്. എല്ലാ മനുഷ്യനും സ്വാതന്ത്ര്യ ഇഷ്ടങ്ങളും ഇല്ലേ. പുള്ളി പറഞ്ഞു പുള്ളിക്ക് അണ്ണം പറഞ്ഞു അതായത് മഞ്ജു വാര്യർ, മീന അല്ലെങ്കിൽ പറഞ്ഞ അവരെ ആഗ്രഹം ഉണ്ടാവും. ഒരു ആഗ്രഹം അല്ല ഒരു ആർക്കാരും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ ഇപ്പൊ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞപ്പോ അത് ഓൾറെഡി നെഗറ്റീവായി. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇമേജ് ഓൾറെഡി ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പൊ വീണ്ടും അങ്ങനെ ഒരു വീണ്ടും 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 എന്തുകൊണ്ടാ അറിഞ്ഞുകൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മിനിറ്റ് വീഡിയോ അല്ല ഇങ്ങനെ പറഞ്ഞു ഇത് അറിഞ്ഞുകൊണ്ട് എന്തിട്ടുണ്ടോ? അല്ല ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ വീഡിയോ അങ്ങനെ പറഞ്ഞപ്പോ ഫസ്റ്റത്തെ ഭയങ്കര സീനായി, കുറെ വൈറലായി, നെഗറ്റീവായിട്ട് ഒരുപാട് ബാധിച്ചായിരുന്നു. അത് ഒരു കാലം വരെ അത് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും രണ്ടാമത്തത് വരുന്നു, മൂന്നാമത്തെ വരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അറിഞ്ഞോണ്ടല്ലേ. അല്ല ഈ അടുത്താണല്ലോ വീണ്ടും അടുത്തതും പറഞ്ഞത്. സത്യസന്ധമായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നിയ കാര്യം തുറന്നു പറഞ്ഞു. അല്ല അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിട്ട് മാത്രമാണ്. ഞാൻ ആദ്യമേ വൈറലാണല്ലോ. എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് പറയുന്നത് ഞാൻ ചോദിച്ചത്. ഇതിന്റെ ഇടയിൽ സെലിബ്രിറ്റീസ് അല്ലാത്തവരോട് തോന്നിയിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. സെലിബ്രിറ്റീസ് മാത്രമല്ല, സെലിബ്രിറ്റീസ് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരോട് പറഞ്ഞ എന്നെ നല്ല രീതിയിലാണ്, അതായത് ലസ്റ്റ് ആ രീതിയിലല്ല, നല്ല രീതിയിലാണ്. സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ രീതിയിലാണ്, മോശമായ രീതിയിലല്ല. എന്നാലും അങ്ങനെ ചെന്ന് ഇമേജ് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ചെന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും അല്ലെങ്കിൽ റിപ്ലൈ കിട്ടും എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് അങ്ങനെ? അതുകൊണ്ടാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അത് ഞാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ബോഡി ഷേമിന്റെ അതൊരു പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ പിന്നെ ഈ ആൾക്ക് കാണാൻ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ഡൈ എടുത്താൽ മാറ്റാമെന്നുള്ളൂ. മൊത്തത്തിൽ ഒന്ന് ഫ്രീക്ക അല്ല മൊത്തത്തിൽ പിന്നെയാണ് മോഹൻലാലിന്റെ ജീവിതം മാറിയെന്ന് പറഞ്ഞ. മോഹൻലാലിന് അതിന് മുമ്പ് നരസിംഹത്തിനും കാശ് പോണു, പ്രൊഡ്യൂസർമാരെ പൈസ കൊടുക്കണം, ആൾക്കാരെ പറ്റിക്കണു. അതുപോലെയാണ് ആറാട്ട ഒരു 2 മാസം നിന്ന് പോയിരിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 മാസം വേണ്ടില്ല, നിങ്ങൾ കണ്ടാ തിരിച്ചറിയില്ല. അമ്മാര് ഫ്രീക്കാനാക്കി. പിന്നെ അത്ര ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങള് വേറൊരു മാനസിക ടച്ചുള്ളവരാ. പുള്ളി മോഹൻലാൽ ഫാനും, ഞാൻ മമ്മൂക്ക ഫാനും. സോറി ലാലേട്ടൻ ഫാനും, ഞാൻ മമ്മൂക്ക ഫാനും. ഒരാളെ ഇപ്പൊ മോഹൻലാൽ വിളിച്ചിട്ട് അടുത്തുള്ള മമ്മൂക്കാന്ന് വിളിച്ച് ഇനിയിപ്പോ അത് അതിന്റെ അടുത്ത അത് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ അതാണ് രണ്ടാമത് മാറ്റി പറഞ്ഞത്. ഇപ്പൊ മോഹൻലാലിനും മമ്മൂട്ടിനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ രണ്ടുപേരും. ഇത് ഒരാളെ താഴ്ത്തി പറയുമ്പോ അത് പേര് മോശമല്ലേ? നമ്മളങ്ങനത്തെ എന്താണ് പറയുന്നത്? അല്ല എനിക്ക് ഈ സെയിം കാര്യം തന്നെ അലിനോടും ചോദിക്കാനുള്ളത്. ഇപ്പൊ
സന്തോഷേട്ടനും ഇപ്പൊ ഇങ്ങനെ പറയുന്നു, സന്തോഷേട്ടൻ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇമേജും തെറിയും എല്ലാം കേട്ട ഒരാളാ. അതേപോലെ അലിനാണെങ്കിലും ഇപ്പൊ ഈ അടുത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വൈറലായിരുന്നു. എന്താ ഡാൻസ് നിർത്തി, റിവ്യൂ നിർത്തിയോ? ഇന്ത്യ മഹാരാജാണ് ആർക്ക് സൗന്ദര്യമുണ്ട് പറയാന്നും പുള്ളി പറഞ്ഞല്ലോ. പുള്ളിക്കുണ്ടെങ്കിൽ പറയാൻ അലിജോ ആർക്കും പറയാമല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ പുള്ളി പറഞ്ഞ സമയത്ത് ഞാൻ തിയേറ്റർ റിവ്യൂ മാറി ഓൺലൈൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നാണ് തിയേറ്ററിൽ പോയി പറഞ്ഞ റിവ്യൂ. അല്ല ഈ വൈറൽ ആവാൻ വേണ്ടി മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത്? തിയേറ്ററിൽ പറയണം. അല്ല മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വൈറലല്ല, ആൾക്കാരെ ആ ഒരു മീഡിയ അറ്റൻഷൻ പോകാണ്ടിരിക്കാൻ. അല്ലാണ്ട് വൈറൽ ഓൾറെഡി ആണല്ലോ, ഇനി എന്തിനു വൈറലാകുന്ന കൂടുതലാണ്. എന്തുകൊണ്ട് മീഡിയ അറ്റൻഷൻ പോവാണ്ടിരിക്കാൻ ചെയ്യുന്നത്? അങ്ങനെ എപ്പോഴും മീഡിയയുടെ പ്രസൻസിൽ നിൽക്കണം എന്നുള്ള ആ സ്പോട്ട് ലൈറ്റ് നാളെ ഞാനൊരു കല്യാണം കഴിച്ചാലും അത് വൈറലാണോ? മനസ്സിലായോ? കഴിച്ചാലും ആ വീഡിയോ വൈറലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആൾക്കാർ തെറി വിളിക്കും, ഒരു ബാഡ് ഇമേജ് വരും എന്ന് അറിഞ്ഞിട്ടും ഓരോന്ന് ചെയ്യുന്നത്. ആൾക്കാര് തെറി വിളിക്കും ഇപ്പൊ ആൾക്കാര് തെറി വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നേരിട്ടും വന്ന് വിളിക്കുന്നുണ്ട് ചേച്ചിയുടെ പ്രായമുള്ള ആൾക്കാര്. ചേച്ചി വിളിക്കാറില്ല, വിളിക്കാറില്ല. ഓക്കെ, ഇപ്പൊ നേരിട്ടാണെങ്കിലും അല്ലാണ്ടും ഒരുപാട് വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. അറിഞ്ഞിട്ടും ആൾക്കാരിങ്ങനെ നെഗറ്റീവായിട്ടായിരിക്കും കാണാന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതൊന്നും നോക്കാണ്ട് സ്പോട്ട് ലൈറ്റിൽ വരണം എന്നുള്ളത് ആഗ്രഹം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ 30 കഴിഞ്ഞ കുറെ ചേച്ചിമാരെന്റെ ആരാധികമാരായിട്ടുള്ളതുകൊണ്ട് മനസ്സിലായി. ആരാധികമാരായിട്ട് ഇപ്പോ 4 വയസ്സുള്ള കൊച്ചുള്ള ഒരു ചേച്ചി പോലും നമ്മളെ ആരാധിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുന്നത് ശരിക്കും. മനസ്സിലായോ? ഒരു ഗേളുണ്ട്. അപ്പൊ നല്ല രീതിയിലൊരു ആൾക്കാരെ എങ്ങനെ കാണുന്നു നമുക്കൊക്കെ അറിയാം. അപ്പൊ ഈ സ്പോട്ട് ലൈറ്റിൽ വരാൻ വേണ്ടിട്ട് ആൾക്കാര് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടും കോമാളി എന്നുള്ള ഒരു പട്ടം വന്നാലും കുഴപ്പമില്ല. കോമാളി പട്ടം അങ്ങനെയല്ലോ. അങ്ങനെ കോമാളി എന്ന് വിളിക്കുന്നത് ഒരു 50% പേരല്ലേ. അതില് ഒരു 25% പേര് നല്ല രീതിയിൽ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ആക്ടർ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്യുന്നതുകൊണ്ട് ആക്ടർ എന്ന് വിളിക്കാറുണ്ട്, റിവ്യൂവർ എന്ന് വിളിക്കാറുണ്ട്, യൂട്യൂബർ എന്ന് വിളിക്കാറുണ്ട്, അങ്ങനെ ബ്ലോഗർ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പല പല വിശേഷങ്ങളാണ് വിളിക്കുന്നത്. മനസ്സിലായി? അതിനെ പറ്റി എന്താ അഭിപ്രായം? പറയട്ടെ. എത്ര നേരം പറഞ്ഞാലും അല്ല ഇപ്പൊ ഇതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഇങ്ങനത്തെ മസാല വീഡിയോസ് വിടുന്നില്ലേ, അത് മാറിയിരിക്കുകയാണ്. അത് ബോധപൂർവമായിട്ട് ചേഞ്ച് തന്നെയാണ്. കാരണം ഇപ്പൊ ശരിയാ, ഞാൻ കോമാളത്തിൽ കാണിച്ചിട്ടില്ല, കോമാളി ഇമേജാ ഉള്ളത്. അപ്പൊ അത് സന്തോഷേട്ടൻ ഇടക്കിടക്ക് ഒരു എന്താ ഓരോ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇടാറില്ല, ഓരോന്നിന്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ട്. അതന്നെ, തല മാത്രം കാണിച്ചിട്ട്. അതൊന്നും മനഃപൂർവ്വമല്ല, അത് ശരിക്കും ഒപ്പീനിയൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണോ? പക്ഷെ പലപ്പോഴും അങ്ങനെ പറയുമ്പോഴും നെഗറ്റീവായിട്ടാ വീണ്ടും വരുന്നത്. ഒരു വീഡിയോ ആയിട്ട് സെൽഫി അതിന് കാശും കിട്ടില്ല. അത് എന്റെ ചില ഫിലോസഫിയിലെ കോട്ട്സ് എഴുതണാണ്. അല്ല, ഞാൻ വീഡിയോയുടെ കാര്യം പറയുന്നത്. ഇടയ്ക്ക് ഓരോ വീഡിയോ സെൽഫി വീഡിയോ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യാറില്ലേ ഫേസ്ബുക്കില്? അപ്പൊ അതും ഓരോ സംഭവത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ അങ്ങനെ ഇടാറുള്ളപ്പോഴും അത് ചിലപ്പോ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ അതും വീണ്ടും വീണ്ടും എന്നാലും ഇപ്പൊ ഈ അലിൻ ജോസിന്റെ കാര്യം തന്നെ പറഞ്ഞിട്ട് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അയ്യോ, അതല്ലാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല, പെർട്ടിക്കുലർ ആയിട്ട് ഒരു വീഡിയോ ഓർമ്മയില്ല. അല്ല ആ പരിധി നിർത്തിയിരിക്കുകയാണ്. ഞാൻ മസാല നിർത്തിയിരിക്കുകയാണ്. ഞാനിപ്പോ മസാല നിർത്തിയിരിക്കുകയാണ്. മസാലയാണ് അതാണ് മസാല. അങ്ങനത്തെ കണ്ടിട്ട് അല്ല അങ്ങനെ ഒരാൾക്ക് ബോഡി പാർട്സില് അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, കാരണം ഫേസ്ബുക്കിൽ അടിച്ചു. ഇങ്ങനത്തെ മസാല ഞാൻ ഇപ്പൊ അതിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞാൻ നല്ല കുട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോഷക്കാരനാക്കരുത്, നല്ല കുട്ടി ആയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ പറയാണ് അത് നല്ല കുഴപ്പമാണ്. ഇങ്ങനത്തെ കണ്ടൻഷേ പോവുള്ളൂ. ഇപ്പൊ ഇമേജ് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതൊരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല. ഇപ്പൊ ഇമേജ് മാറ്റാൻ വേണ്ടി അങ്ങനത്തെ വീഡിയോസ് നിർത്തുകയാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് കുഴപ്പം അറിയോ, റീച്ച് കുറഞ്ഞു വരുവാണ്.
റീച്ച് കിട്ടണമെങ്കിൽ നെഗറ്റീവ് തന്നെ വേണം. പറയുമ്പോഴേ പല സ്റ്റേറ്റ്മെന്റില് നമുക്ക് അത് ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ചില വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ അത് ഓപ്പൺ ആയിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ ഞാൻ വിഡ്രോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വന്നാ. ഞാൻ ഡിലീറ്റ് ചെയ്തു. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിക്കുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്ത ആളെന്താ. വ്യക്തിപരമായിട്ട് പല പെൺകുട്ടികളും ചോദിച്ചു താങ്കൾക്ക് അതില്ലേ കാണിക്കാൻ പറ്റുമോ? ഞാൻ ഡിലീറ്റ് ചെയ്തതാ. ഓപ്പൺ കാണിക്കാൻ ഡിലീറ്റ്. അപ്പൊ താഴെ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആകെ തോന്നിട്ടില്ല. ഞാന് ഇതെന്റെ ആര് ഒരു പുല്ലും പറയണ പോടാ. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാത്തിടുന്നുണ്ട്. എന്തോ അലിൻ ജോസിന്റെ തൊട വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. അങ്ങനെ പലരും ഇല്ലാത്ത ഇടുന്നുണ്ടോ. ഇപ്പൊ ഞാൻ ഇമേജ് കോൺഷ്യസ് ആണ്. ഒരു കാര്യം പറയാം. അല്ല ഇവിടെ പബ്ലിസിറ്റി ഒന്നെങ്കിൽ പബ്ലിസിറ്റി ഇല്ലായ്മ ഒന്നും ആവാതെ അറിയാതിരിക്കാം. ഇല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി. പോസിറ്റീവ് പബ്ലിസിറ്റി സംഭവമില്ല. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ വ്യക്തിപരമാണ്. ഇവരാരുമില്ല. ഞാൻ പറയാം. അഖിൽ മാരാര് എനിക്ക് പറയും. ഞാൻ എന്റെ കാര്യം ഹലോ ഞാൻ വിലക്കെ വിളിച്ച് ഞാൻ പറയട്ടോ. അഖിൽ മാരാര് അദ്ദേഹത്തെ കുറിച്ചൊരു കാര്യം പറയണ്ട. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളാണ് അഖിൽ മാരാര്. ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉത്തരവാദിത്തം പറയില്ല കേട്ടോ. എടാ എന്റെ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്. എന്റെ വ്യക്തിപരമായ കാര്യം. അഖിൽ മാരാര് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. കാരണം അത് റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ റീച്ച് കിട്ടാൻ. കാരണം ഒരുപാട് സ്ത്രീകളെ പുള്ളി അപമാനിക്കുന്ന രീതിയിലാണ് ഒരു കാര്യം പറഞ്ഞത്. ബിഗ് ബോസിൽ എത്തുന്ന പലരും കിടക്ക പങ്കിടാൻ എന്ന് അവർ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു ചിലപ്പോൾ ഒരു വ്യക്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ എല്ലാവരെയും ബാധിക്കുന്ന കേസാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. ആണോ? ഒരിക്കലുമല്ല. പക്ഷെ അതിനോട് പുള്ളി പറഞ്ഞതിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തു പോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീച്ച് പോകുമല്ലോ. അതായിട്ടാ എനിക്ക്. കാരണം അഖിൽമാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഉള്ള കാര്യം പറയാനോ ഇഷ്ടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷേ ഈ കാര്യം പറഞ്ഞതിൽ യോജിക്കുന്നില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ 2 വർഷം 3 വർഷം കോമഡി സ്റ്റാർസിൽ ആർട്ടിസ്റ്റായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പല സ്കിറ്റുകളും പെർഫോമൻസ് ആയിട്ടും ഇപ്പോൾ റിയാസ് ഖാനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഒരു എപ്പിസോഡിൽ ഞങ്ങൾ 2 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ എന്ന് പറയാം എൻ്റെ കൂട്ടുകാരിനെ ഞാൻ അവിടെ ജസ്റ്റ് പ്രോഗ്രാം കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, ഒരു ലേഡീസിനെ വീട്ടിൽ നിന്ന് പോലും വിളിച്ചുകൊണ്ട് വരണമെന്നാണ് അവർ പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ പോലും അമ്മയായിക്കോട്ടെ അവിടെ കാണാൻ കൊണ്ടുവന്നേക്കരുത് എന്നവർ പറഞ്ഞ കേസാണ്. കാരണം അപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പോൾ എനിക്കത് യോജിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ് നടക്കുന്നത്. അവിടെ ആരെങ്കിലും വരുന്ന ഒരു ആർട്ടിസ്റ്റിനോട് എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അവരൊന്ന് ചോദിക്കുക എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പലരും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ജസ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്ന ലേഡീസിന്റെ നമ്പർ അല്ലെങ്കിൽ അവിടെ നിന്ന് ആർട്ടിസ്റ്റിന്റെ നമ്പർ വാങ്ങുമ്പോൾ അവരവരെ പറഞ്ഞു വിട്ട ചരിത്രമുണ്ട്. ഏഷ്യാനെറ്റ് നമ്മൾ വന്ന ദൂരദർശൻ വേറെ കാര്യം പറയട്ടെ, അതിന് ഇടയ്ക്ക് കയറി ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് പറയട്ടെ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലും ദൂരദർശൻ ഇതൊക്കെ ആദ്യത്തെ ചാനൽസ് ആണ്. നമ്മളൊക്കെ സിനിമകളൊക്കെ ഏഷ്യാനെറ്റ് ദൂരദർശൻ അല്ലേ. ഇത് ഇപ്പൊ വരുന്ന ഒരുപാട് ചാനലുകൾ ഈയിടെ പൊട്ടിമുളച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാനലിനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുള്ളി വേറെ രീതിയിൽ പറയില്ല. അത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ പൊതു അഭിപ്രായമാണ് പറയുന്നത്. കുറെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞതും അവരെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ അപ്പോൾ ലാലേട്ടനെ കുറിച്ച് ഒരുപാട് പേര് അപ്പം ലാലേട്ടൻ്റെ പേജിൽ തെറി വിളിച്ചു. ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അതിൽ പങ്കെടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഗ്രാമും നല്ല ആളുകളുണ്ടെങ്കിൽ മാത്രം ലാലേട്ടൻ പോവുള്ളൂ. അല്ലെങ്കിൽ അത്ര വലിയൊരു മഹാനടൻ അതിനകത്ത് പങ്കെടുക്കുമോ? അദ്ദേഹത്തിന് ബിഗ് ബോസിൽ പോകണോ? മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു താരമാണ് ലാലേട്ടൻ. അപ്പൊ ലാലേട്ടൻ വരെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ കുറെ പേര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു പ്രതികരണം ഉണ്ടായി. അപ്പൊ അങ്ങനെ ചോദിക്കണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ അവർ അങ്ങോട്ട് ആ പടിക്കലേക്ക് പോവോ? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയോട് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അങ്ങനെ ആ പ്രോഗ്രാം പങ്കെടുക്കാൻ പോകില്ല. അവർ നാളെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയും ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറയും. അപ്പൊ കുറെ പേര് പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ആയിക്കോട്ടെ നല്ല കാര്യമാണ്. പക്ഷെ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അനുഭവമാണ് പറയണത്. അവിടെ വരുന്ന എല്ലാവർക്കും ആർട്ടിസ്റ്റുകൾക്കും കെയറിങ് ആയിരുന്നു. നമ്മൾ ആവശ്യമില്ലാണ്ട് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഒരു ഫോട്ടോ എടുക്കാൻ പോലും അനുവദിക്കില്ല. വീട്ടിൽ നിന്ന് ആരെ കൊണ്ടുവരാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് കോമഡി സ്റ്റാറിൽ ജഗദീശേട്ടനെ എന്ന് കാണുന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അവിടെ വന്നപ്പോൾ ഇതാരാന്ന് വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് തിരുവനന്തപുരത്ത് നടക്കില്ല എന്ന് പറയും. അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. സ്ത്രീകളെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. സ്ത്രീകളെ ലേഡീസിനെ അടുപ്പിക്കത്തില്ല. കാരണം അവരൊരു ചിട്ടയുണ്ട്.
ആ ചിട്ടയിലാണ് അവർ മുന്നോട്ട് പോണത്. അങ്ങനെ ചാനലാണ്. ആ ചാനലിനെ കുറിച്ച്, ആ ചാനലിലെ പ്രോഗ്രാമിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് എന്നെ പോലെ തന്നെ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഞാൻ തുറന്നു പറയത്തില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോൾ എന്നെ വിചാരിക്കുന്നതാണ് ഇത് റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് പെരേര പറയും എന്നെ എടുത്തിട്ടെന്ന് പറയുന്നത് ഇത് വേറെ തലമുണ കേസൊന്നുമല്ല. നമ്മളൊരു പൗരനാണ്, നമുക്കത് പറയാം അല്ലേ? ഇത് ഈ പെരേര കോമാളിത്തനം കാണിച്ചാണ് കോമാളിയായത്. ഞാൻ കോമാളിത്തനം കാണിക്കാതെയാണ് കോമാളിയായത്. ഇപ്പം എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഞാനൊരു ആൽബർട്ട് ഐൻസ്റ്റീനാകാൻ ആഗ്രഹിച്ച് ഞാൻ ഇപ്പൊ ചാർലി ചാപ്ലിനായ അവസ്ഥയിലാണ്. ഞാൻ പറയട്ടെ ഒരു വാക്ക്. പാറാട്ടെന്ന റിവ്യൂ ഉണ്ടല്ലോ, റിവ്യൂ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ അതില് താങ്കള് എല്ലാ സെലിബ്രിറ്റീസും ഉണ്ടല്ലോ അവരുടെയൊക്കെ റിവ്യൂല് കയറി നിൽക്കുന്നുണ്ട് പലപ്പോഴും. പിന്നെ പെരേരയുടെ കാര്യം പറയാനുണ്ട്. പെരേരയുടെ ഒരു കാര്യം പറയാനുണ്ട്. പെരേരനെ മൈൻഡ് ചേർത്തവരുടെ പുറകെ പെരേര ഇനി പോയാ. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജ നടക്കുമായിരുന്നു. സിനിമയുടെ പൂജ, ഉമർ ലുല്ലു സാറിന്റെ ഒരു പൂജ. അപ്പൊ ഒരു വീഡിയോ വൈറലായി വന്നു. അപ്പൊ നമ്മുടെ ബാലസാറ് ഇവനെ മാറ്റിയെടുത്തു. അല്ല, അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ സെലിബ്രിറ്റീസിന്റെ പുറകെ പോകരുത്. ഇത് വൈറലാവല്ലോ. സെലിബ്രിറ്റീസിന്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? അവര് ആട്ടുന്നിപ്പം കൊള്ളേണ്ട കാര്യമുണ്ടോ? ആട്ടുന്നിപ്പം നീ കൊള്ളേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു നടന്റെ പുറകെ പോയിട്ട് തള്ളി മാറ്റുന്ന പരിപാടി വിനയ പോട്ടല്ല. എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചു. അപ്പൊ അതിനെ പറ്റിയല്ലോ തമാശ കാണിച്ചാണ്. എങ്കിലും ആളുകളുടെ കമന്റ് പുറകെ പോയിട്ട് ഇവനെ തന്നെ ഇത് കളയുന്നതാണ്. അത് ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ നീ താണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ആർട്ടിസ്റ്റ് ആയാലും സാധാരണക്കാരായാലും മനുഷ്യന്മാരല്ല, മനസ്സിലായോ? അപ്പൊ അവര് നമ്മൾ അറിയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ആണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. മീഡിയ ക്യാമറ ആയിട്ട് നിൽക്കുമ്പോൾ പരിചയപ്പെടാൻ വേണ്ടി ചെയ്യുമ്പോൾ ആ വീഡിയോ കുറച്ചൊരു കാണുമല്ലോ, നമുക്ക് കുറച്ച് റീച്ച് വൈറലാവുന്നല്ല, റീച്ച് ആവുന്ന അറിയാം. റീച്ച് ആവുന്ന അറിയാവുന്നതുകൊണ്ടാണ് അന്ന് ബാലസാറിന്റെ അടുത്തേക്ക് ചെന്നതും കറക്റ്റ് ആയിട്ട് പൂജയിൽ പങ്കെടുത്തൊന്നും അറിയിക്കണം. പൂജയ്ക്ക് പോയല്ലോ ഞാൻ. അപ്പൊ എന്തെങ്കിലും ഒരു ബൈറ്റ് മീഡിയ കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് പരിചയപ്പെട്ട് ആ വീഡിയോ ഇട്ടു. ഇന്ന് ഗർഗർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, DNA ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പ്രൊമോഷനിലേക്ക് അറിയാൻ ഇടപെട്ടില്ല. നമ്മൾ വിളിച്ചൊരു പരിപാടി ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമയ്ക്കാണ് നമ്മൾ കൊടുത്തത്. അത് മാന്യമായിട്ട് ചെയ്തു. അല്ലാണ്ട് എല്ലാ റിവ്യൂവിൽ കയറി നമ്മൾ അലമ്പാറില്ല. ഇന്ന് അരുൺ ജോസ് തിയേറ്ററിൽ വെച്ച് പക്ക ഡീസന്റ് ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ ഡാൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല മാന്യമായ രീതിയിൽ. പിന്നെ അഭിലാഷ് ചേട്ടനും ആ വീഡിയോയിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ആ വീഡിയോ കണ്ടത്. വിനയ് ഫോട്ടോ എന്തോ കൈ വെക്കണു. ചേട്ടൻ ബാക്കിലുണ്ട്. ആ ശരിക്കും എന്താ റിയാലിറ്റി സംഭവം? എന്താ ശരിക്കും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ? അപ്പൊ അത് സ്നേഹത്തിന്റെ പേര് കാണിച്ചാൽ വിനയ് ഫോർട്ടിനോട് ഞാൻ ചോദിച്ചു, വിനയ് ഫോർട്ട് സാറിനോട് ചോദിച്ചു റിവ്യൂ ഒന്ന് വരുമെന്ന് ചോദിച്ചു. 1 മിനിറ്റിന്റെ പടത്തിനെ പറ്റി ഒരു അഭിപ്രായം പറയുമെന്ന് ചോദിച്ചു. അല്ല, റിവ്യൂ ചോദിച്ചതാ. അപ്പൊ പുള്ളി പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാ സെൽഫി എടുത്ത് കളിയാക്കിയായിരിക്കും. കുഴപ്പമില്ല. എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആൾക്കാര് നമ്മളെ ഫ്രെയിമിൽ നിൽക്കുന്നത്, മനസ്സിലായോ? ക്യാമറ ഉണ്ടാന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കിംബോയ് അണ്ണനുണ്ട്, കാസർഗോഡ് അണ്ണനുണ്ട്. അവരുടെ അടുത്തേക്ക് ഏതെങ്കിലും നടന്മാര് കൂടെ നിന്ന് വീഡിയോ വന്നിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞ ഇടപാട് തുടങ്ങി ഇരിക്കുന്ന അണ്ണനാ. ഇന്ന് ഞാൻ പറയും ഇങ്ങോട്ട് അണ്ണന്റെ ഒപ്പം ഞാൻ ഒരു സെക്കൻഡ് ഇന്ന് ഞാൻ അണ്ണന്റെ ഒപ്പം സ്കൂട്ടറിൽ നിന്നിട്ട് വനിതാ തിയേറ്ററിൽ നിന്ന് മറ്റേ ഇവിടെ വന്നില്ലേ, ഉള്ള പിള്ളേരും ആൾക്കാരും ബസ്സുകാരും മൊത്തം ആറട്ടണ് ചെറിയ ഇവിടുത്തെ കോളേജിലെ പിള്ളേരല്ലേ ആറട്ടണ്. ഈ നിവിൻ പോളി ഒരു സിനിമ പറയുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് വന്നവനാടാ അത് അർഹിക്കണത് ആറാട്ടനാ. അപ്പൊ പെരേര പക്ഷെ വേറെ കേസിന്റെ പെരേരയുടെ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം അത്ര പേരുള്ള ഡാൻസ് കളിക്കാൻ എന്നോട് പറ്റൂല കേട്ടാ. കാരണം അത് പെരേരയുടെ ഡാൻസിന്റെ ഏറ്റവും കൂടുതൽ ഒരാൾക്കും റിപ്പീറ്റ് അടിക്കാൻ പറ്റില്ല പെരേരയുടെ ഡാൻസ്. ഞാൻ കാര്യം പറയാം. ഇപ്പൊ എന്നെ വളർത്തിയത് ശരിക്കും മീഡിയക്കാരാ.
മീഡിയക്കാർക്ക് അതുകൊണ്ട് പൈസയും കിട്ടിയിട്ടുണ്ടാവും. എല്ലാ വീഡിയോസിലും നമ്മൾ പൈസ കിട്ടുന്നുണ്ട്, എന്റെ വീഡിയോസിലും നമ്മൾ പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചില്ല, അത് ഓരോരുത്തർക്കും വ്യൂസ് കിട്ടുമല്ലോ. എല്ലാ വീഡിയോസിലും കിട്ടുമ്പോൾ എന്റെ വീഡിയോസും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, ഇപ്പോ എന്റെ കോമാളിത്തം കുറച്ച് സീരിയസ് ആയപ്പോ പലരും ഇന്ന ആളുകൾ കമന്റ് ഇട്ടെന്ന് റിവ്യൂ നിർത്തുമെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോ അങ്ങനെ സംഭവിച്ചത് ഈ കിംബോയ് അണ്ണനെയും കാസർഗോഡ് അണ്ണനെയും കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അവർക്ക് സിനിമ റിവ്യൂ സിനിമ ഞാൻ പറയണേ സിനിമ ഞാൻ പറഞ്ഞു അപ്പൊ അതിലേക്ക് വരാം. പറഞ്ഞോട്ടെ. ഇപ്പൊ കാസർഗോഡ് അണ്ണനൊക്കെ അവര് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് എന്നെ അനുകരിച്ച് ശ്രമിച്ചതാണ്. അത് കുറച്ച് ഓവറായപ്പോ അവരെ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. പലരും തിയേറ്ററിൽ വെച്ച് തന്നെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡാൻസ് രീതിയിൽ മാറി മാന്യമായിട്ട് റിവ്യൂ ചെയ്യുന്നത്. മാന്യമായിട്ട് റിവ്യൂ ചെയ്തിട്ടും പോലും ഒരു 25% പേര് കളിയാക്കുന്നുണ്ട് ഇപ്പോഴും. അതൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. ഈ മറ്റേ ഞാൻ പിന്നെ വേറൊരു വീഡിയോ നിന്റെ കണ്ടായിരുന്നു. ഒരു നീല ഷർട്ട് ഇട്ട് സാനിയപ്പൻ കമന്റ് ഇട്ടാർന്നൊരു പാട്ട് പാടി ഡാൻസ് കളിച്ചില്ലേ? ആ സാനിയപ്പൻ കമന്റ് ഇട്ടാർന്നോ? ഇട്ടോ? എന്നിട്ട് നിർത്താഞ്ഞ അല്ല, അത് വൈറലാവാൻ വേണ്ടി തന്നെ ചെയ്താണോ? അത് വൈറലാവാൻ വേണ്ടി അതിന്റെ പിന്നെ പറഞ്ഞു ലാലേട്ടൻ മമ്മൂക്ക് എല്ലാരും കമന്റ് ഇടും. ഈ കമന്റ് ഇട്ടിട്ട് നിർത്തണ്ടേ? പക്ഷെ അരുൺ ജോസ് എനിക്ക് ഇവന്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാട്ടോ. കാര്യം ഇത് കേട്ടുമ്പോ ആൾക്കാർ ട്രോളും കുടുംബത്തിൽ കൂടിയാണ്. പക്ഷെ എനിക്ക് ഇത് കണ്ടോണ്ടിരിക്കുക രസം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇത് കണ്ടപ്പോ ഒരുപാട് പിള്ളേരുടെ ഇവന്റെ ഒഫീഷ്യൽ പേജിലുള്ള അരുൺ ജോസ് പേരുടെ ഒരുപാട് പിള്ളേരുള്ള വീഡിയോയിൽ അരുൺ ജോസ് മാന്യമായ ഡാൻസുകാരനാ. ഡാൻസ് കളിച്ചിട്ട് ആ പിള്ളേര് വട്ടം കയറിയാണ് പുള്ളി കറങ്ങി തിരിഞ്ഞു വന്നിട്ട് ഓർക്കണ്ട. നിന്റെ വീഡിയോ ഒന്ന് ചെറിയ കുട്ടികളാന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് നീ ഒരു നീല വിളിച്ചല്ല ഇനി വേറെ ഒന്നും സ്റ്റേജ് പ്രോഗ്രാം മാംഗോ ഫെസ്റ്റ്. അത് നീ നല്ലൊരു ഡാൻസാണ് കളിച്ചെന്തായാലും. എന്നെ അഭിനയിപ്പിക്കണോട്ടോ അടുത്ത ഷോർട്ട് ഫിലിമില്. ഞാൻ പറഞ്ഞേക്ക് ഒരു കാര്യം പറയാണ്. എനിക്ക് ഹലോ കോമഡി മാസ്റ്റേഴ്സിൽ പെരേര വന്നു. അപ്പൊ കുറച്ച് പേര് അതിനകത്ത് തെറിയിക്കിട്ടപ്പോ ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവന്റെ ഗോഷ്ടി കാണിക്കാണ്ട് അമൃത ചാനലിൽ വന്ന് അവനൊരു അവസരം കിട്ടിയാണ്, അതിന്റെ താഴെയും നിങ്ങൾ കമന്റ് ഇട്ടുള്ളത് മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മിന്നുതാരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും വേറൊരു സിബി കണ്ണൂർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും സിബി കുട്ടിലൊക്കെ അപ്പൊ ഞങ്ങളൊരു മത്സരിക്കാൻ പോയപ്പോ പെരേര വന്നു. ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് തന്നെ ഇവനൊരു സ്കിറ്റ് അവർ പ്ലാൻ ചെയ്തു, എന്നോടൊപ്പം തന്നെ കയറുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ പരിപാടിയിൽ ഇവനെ അതിലും കൂടുതൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. അപ്പൊ മിന്നുതാരം എന്ന് പറഞ്ഞ പരിപാടി ചെയ്തു. മൂവി വേൾഡിൽ വരുന്നതാണ്. അതന്നെ. അപ്പൊ അതിലേക്കും ഷൂട്ട് ചെയ്തു. അതിന്റെ ചാനലുകാരൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും ഒമർ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കേറി വരുന്നുണ്ട്. ആറാടനാണെങ്കിലും പെരേരാണെങ്കിലും ഷോർട്ട് ഫിലിംസും അങ്ങനെ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞങ്ങൾക്ക് ചില പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് പേയ്മെന്റിന് ഉണ്ടായിരുന്ന പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അത് കൂടാണ്ട് മാംഗോ ഫെസ്റ്റ്, ഇതിലൊക്കെ പ്രോഗ്രാമിന് പേയ്മെന്റ് ഉണ്ട്. അപ്പൊ എന്നെ വിളിക്കുമ്പോ ഞാനിങ്ങനെ പെരേരനെങ്കിലും വിളിക്കുന്നു. ഞങ്ങൾ രണ്ടൊരു പ്രോഗ്രാം പറഞ്ഞേക്കടാ. അവിടെ വലിഞ്ഞു കയറി പോകുന്ന കമന്റ് ഇടുന്ന കുറെ ആൾക്കാരാണ്. അത് കേൾക്കാൻ വേണ്ടി ഒരിക്കലും അല്ല. അവര് വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ഗസ്റ്റ് പോലെ ജുവൽ മേരി ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്. ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങള് പാട്ട് മിമിക്രി. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോഴും ചില പ്രോഗ്രാംസുകൾ പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരിക്കലും അവിടെ ചെന്ന അവസരം ചോദിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നതാണ്. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആറാട്ടെണ്ണം എനിക്കും പെരേരയ്ക്കും തൃപ്പൂണിത്തറ ഷോപ്പിന്റെ അല്ലേ. പറ്റിപ്പൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയൊരു പ്രോബ്ലം പെരേരയ്ക്ക് ഉണ്ടായപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്തതല്ല, പറ്റിപ്പല്ലായിരുന്നു അത്. അത് പോട്ടെ, ഇനിയും വേറെ പരിപാടി വരുമ്പോൾ വിളിക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ചില കോളുകൾ നെഗറ്റീവ്, അതായത് കളിയാക്കാൻ വിളിക്കുന്നതല്ല, സത്യസന്ധമായിട്ട് തന്നെ വിളിക്കുന്ന കാര്യമാണ്. ഒരു കാര്യമാണ് തൊപ്പിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരും നല്ല തകർത്ത് ചെയ്തു. എല്ലാവരും നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് ഇപ്പോഴും വിവാദമാകത്തലൊന്നുമില്ല. അത് പറയട്ടെ, ഒന്നുമില്ല. അതിനെ കുറിച്ച് ഞാനൊന്നും പറയല. അവൻ എനിക്കട്ടെ
വാങ്ങണേ നല്ല തള്ള ഇത് തൊപ്പി കേക്കണം. വൈൻഡപ്പ് ചെയ്യാം. നിർത്താം. കുറേയായി. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക്. ഇവന്റെ ഷോർട്ട് ഫിലിം കാണിക്കാറ് എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് സിനിമയിൽ അവസരം കിട്ടിയതാ. ചെറിയ റോളുകളൊക്കെ ഞാൻ പിന്നെ അഭിനയിച്ചില്ല. അതായത് ജസ്റ്റ് ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ചെറിയ ഡയലോഗ്. ഇപ്പോ സോഷ്യൽ മീഡിയയില് കത്തി നിൽക്കുന്ന 2 ആൾക്കാര് ഇപ്പൊ 3-4 പേരുടെ ഇപ്പൊ ഉണ്ട്. അതില് ഞാൻ പൊക്കി പറയണല്ല, കാര്യമുള്ള കാര്യം പറയണേ. 6 ശേഷം ഞാൻ വന്നു. അപ്പോ നമ്മളെ ഈ 2 പേരെയും അറിയാത്ത മലയാളത്തിലെ നടന്മാരില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് ഒരു കണ്ണും ചെവിയും അപ്പൊ കളിയാക്കളി ഇപ്പൊ ഇന്ന് അസ്കറിനൊക്കെ ഉണ്ട്. അസ്കർ മമ്മൂക്കന്റെ കസിന. അപ്പൊ അസ്കർ വരെ നമ്മളെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ നമ്മുടെ ആ ഒരു കേസിൽ ആറാട്ടന്റെ നല്ല ഇതാട്ടോ. കാരണം ഞാൻ ആറാട്ടന്റെ ഫോണിൽ ഇപ്പൊ വാട്സപ്പ് ഒക്കെ ചെക്ക് ചെയ്തപ്പോ അത്യാവശ്യം സെലിബ്രിറ്റി ഞാൻ പേരെടുത്ത അത്യാവശ്യം നല്ല സെലിബ്രിറ്റി നല്ല രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഞാനൊന്ന് തിയേറ്ററിൽ ചെന്നപ്പോ അത് പറയാലോ വീഡിയോ എടുത്താലോ. മറ്റേ പടം ഏതാ കൊച്ചി രാജാവിലെ മറ്റേ ദിലീപ് പിടിച്ച് കൈ കല്ലിൽ ഒടികളെ വേറെ CD മുസ്ലിം പെട്ടിക്കൊണ്ട് പിടിക്കണേ. ആ ആറാട്ടനെ കണ്ടപ്പോ അല്ലല്ല പേര് അറിയാൻ പാടില്ല. മെമ്മറിക്ക് അല്ല പേര് എനിക്ക് അറിയാൻ പാടില്ല. നല്ല പറഞ്ഞാട്ടാ പറഞ്ഞല്ലേ പറഞ്ഞേക്ക്. അല്ലല്ല ആ ആള് ആറാട്ടനെ കണ്ടപ്പോ ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു. ആള് മാത്രമല്ല തിയേറ്ററിൽ പല സെലിബ്രിറ്റീസ് ഒക്കെ ആറാട്ടനെ അറിയും. ഞാൻ അഞ്ചോസിന് കക്ഷി പേര് കേട്ടാ. ഇവനെ മറ്റേ അറിയും. ഏത് മറ്റേ അർജുനശോന്റെ മോൻ അർജുനശോൻ. ചന്തു അർജുനശോൻ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ ഇരിക്കാം. വേറെ പയ്യനെടുത്ത് അൽജോസിനെ കാണിച്ചില്ല. അൽജോസിനെ കണ്ടപ്പോ തന്നെ പ്രസ് മീറ്റില് മാറി. പ്രസ് മീറ്റ് ആണോ എന്താ ശരി തന്നെ പ്രസ് മീറ്റ് കണ്ടപ്പോ അല്ലല്ല അത് നടന്ന സംഭവം കണ്ടപ്പോ തന്നെ അവിടെ പുള്ളി എടുത്ത് പേരെടുത്ത് വിളിക്കുന്നുണ്ടല്ല. ആറാട്ടിനും അറിയില്ല എന്ന് പറയില്ല. പേരെടുത്ത് പുള്ളി വിളിച്ചില്ല. വിളിച്ചത് ബെസ്റ്റ് ആക്ടർ മമ്മൂക്ക തുറന്നത് ചാൻസ് കൊണ്ട് തെരിയും തേപ്പും കിട്ടാൻ സ്റ്റാർ ആയിട്ടുള്ളൂ. അല്ല വീട്ടിൽ കൊണ്ട് ആനടുത്ത ബുദ്ധിയിലാണ് സാധാരണക്കാരാണല്ലോ. അപ്പൊ അവരുടെ പ്രസ് മീറ്റില് എനിക്ക് ചില സമയത്തുള്ള ഇതൊന്നും ഒരു കാര്യം പറയാം. എന്തായാലും പുതിയ ഷോർട്ട് ഫിലിംസ് ഷോർട്ട് സിനിമ യുദ്ധം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പ്രദീപ് ബേലൂരിന്റെ ആണ് അരുൺ ജോസ് ഞാൻ ചെയ്യുന്ന വർക്കാണ്. അപ്പോ എന്തായാലും സന്തോഷം. നല്ലൊരു ഇന്റർവ്യൂ തരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോ എന്താ ചോദിക്കാൻ അവസരമായി പെരേരയുടെ ഒരു നാടക ഗാനത്തോടുകൂടി എനിക്ക് ഞാൻ മസാല വീഡിയോസ് പെരേര ഡാൻസ് എടുത്തി. ഞാൻ മസാല വീഡിയോസ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അയ്യോ അല്ല ജസ്റ്റ് പെരേര പിന്നെ നിന്നെ ആൾക്കാരൊക്കെ ട്രോളിയാലും കളിയാക്കലും നിന്റെ കൂടെ എവിടുന്ന് ഈ സ്ത്രീകളൊക്കെ നിന്റെ പൈസക്ക് അഭിനയിക്കാൻ പറ്റണം. നിന്റെ ഗേൾ ഫ്രണ്ട്സ് ആണോ? എന്റെ ഫാൻസ് ആണ് പലരും. പൈസക്കാണ് അഭിനയിക്കുന്നത്. പിന്നെ നിന്നെ മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം പെണ്ണെ അതുപോലെ മറ്റേ ഏതാ പാട്ട് ഒരുപാട് പാട്ടുകളോട് ഫോട്ടോ പറഞ്ഞിട്ട് അല്ലല്ല വലിയ എന്തിനാ നരസിംഹത്തിൽ പറയല്ലേ മുടിയൊക്കെ കൊഴിഞ്ഞു പേരാണ് ഓർമ്മയില്ലാത്ത ആള്. അതാണ് നമ്മുടെ ബ്രാൻഡ് ഒഫീഷ്യൽ. അതൊരു ബ്രാൻഡാണ് ഡിക്കോ ഗിൽഗാസ്. അല്ല എനിക്ക് 4 പേരോട് പറയാനുള്ളത് ഇപ്പൊ റിവ്യൂ ചെയ്തു അങ്ങനെ കുറെ നെഗറ്റീവ് ഇമേജസുകളോട് നിങ്ങൾ വരുന്ന അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവ് ഒരുപാടുള്ള ആൾക്കാരാണ്. ഇപ്പൊ അഭിലാഷേട്ടന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം. പാടും മിമിക്രി ചെയ്യും എല്ലാം ഒരുപാട് കഴിവുണ്ട്. എല്ലാവരും കഴിവുള്ള ഒരാളാ.
അപ്പൊ നിങ്ങള് ഇപ്പൊ നിങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ആറട്ടനം പറഞ്ഞു കൊറേ മറ്റേ ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് നിർത്തും, ഡാൻസ് നിർത്താൻ പോണു, റിവ്യൂകളും നല്ലത് മാത്രം പറയാം, അങ്ങനത്തെ രീതിയിൽ പറയുന്നു. അപ്പൊ ഇനിയും അങ്ങനെ നല്ല നല്ല കണ്ടന്റും നല്ല ഇതായിരിക്കുന്ന ഈ ഇമേജ്, ബാഡ് ഇമേജ് എന്നുള്ളത് മാറിയിട്ട് നല്ല ഒരു ഇമേജ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല ഇമേജ് ആഗ്രഹം. പക്ഷെ ഇവിടെ രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ പബ്ലിസിറ്റി ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി. പോസിറ്റീവ് പബ്ലിസിറ്റി സംഭവം നല്ല കാര്യം പറഞ്ഞ ഒന്നും. അപ്പൊ ഇനിയും അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഓരോ തീരുമാനം എടുത്ത പോലെ നല്ല രീതിയിൽ ഇപ്പൊ അഭിനയത്തിലോട്ട് കടന്നു, നല്ല രീതിയിൽ അങ്ങനെ ആവുകയാണെങ്കിൽ ഈ വരുന്ന എല്ലാ നെഗറ്റീവ് കമന്റ്സ് നല്ല ഗുഡ് കമന്റ്സ് ആയി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, ഈ മലയാളികൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ മൈൻഡ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പുള്ളി കോമാളിത്തരം കാണിച്ചത്, ഞാൻ മസാലയും കാണിച്ചത്. ഞങ്ങൾ നിർത്തുന്നവരും കാണിക്കുന്നത് ആൾക്കാർക്ക് കോമാളിത്തരം, എനിക്ക് കോമാളിത്തരമല്ല, ചെയ്യുന്ന ആൾക്ക് കോമാളിത്തരമല്ല. അത് ശരിയാ. ഇത് കോമാളിത്തരമാണെന്ന് പറഞ്ഞിട്ട് അല്ല ഇത് കോമാളിത്തരമാണെന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് കോമാളികൾ. ഇത് കോമാളിത്തരം അറിഞ്ഞുകൊണ്ട് കാണിക്കല്ലേ. സിനിമയ്ക്ക് കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആൾക്ക് കോമാളി എന്നൊരു പേര് സിനിമയ്ക്ക് വന്നു. അത് ഫ്ലെക്സ് ബോർഡിലൊക്കെ വന്നു. അത് വന്നു അദ്ദേഹത്തിന്റെ ഫേസ് വെച്ചൊരു കോമാളി എന്നൊരു പേര് വെച്ചെങ്കിൽ എനിക്ക് ആൾക്കാർ വിളിക്കുന്നതിലും അന്തസ് കുറവില്ല. വിളിച്ചോട്ടെ, നഷ്ടമില്ലല്ലോ. സി ഡി മുസി പറയല്ലേ, അവൻ പ്രാന്തരെ അഭിനയിച്ച് പ്രാന്തന്മാരെ പോലെ ഇറങ്ങി മറ്റുള്ളവരെ പ്രാന്തന്മാരാക്കാം. ഇത് കണ്ടിരിക്കണം നമുക്ക്, കണ്ടു നിൽക്കണം നമുക്ക്. ഇപ്പൊ സലീം കുമാരേട്ടനെ പറ്റി പറഞ്ഞോണ്ടോ? സലീം കുമാരേട്ടൻ പണ്ട് ഭ്രാന്തൻ വേഷം നമ്മുടെ CID മൂസയിൽ ചെയ്തു. ഇപ്പൊ നല്ല നല്ല ക്യാരക്ടർ വേഷം സലീം കുമാരേട്ടനെ കോമഡി വേഷങ്ങൾ ഭ്രാന്തനായിട്ടും വക്കീലായിട്ടൊക്കെ CID മൂസ മീശ മതോലൊക്കെ ചെയ്തു. അപ്പൊ മീശ മതോല വക്കീലും CID മൂസയില് ഭ്രാന്തനും. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളാണ് സലീം കുമാരേട്ടൻ ചെയ്യുന്നത്. അപ്പൊ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. പണ്ട് ഒരാള് ഭ്രാന്തനായിട്ട് അഭിനയിച്ചൊന്നുമില്ല, എപ്പോഴും ഭ്രാന്തനായിട്ട് അഭിനയിപ്പിക്കുന്നില്ല. അതുപോലെ നമ്മള് ഭാവിയിൽ ഈ റിവ്യൂവർ എന്ന സ്റ്റേജിൽ നിന്ന് മാറി ആക്ടർ എന്ന സ്റ്റേജിലേക്ക് എത്തുമെന്നാണ് എനിക്ക് ആഗ്രഹം. വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഇനി അങ്ങനെ മാറി വരട്ടെ നിങ്ങളുടെ ഇമേജ്. ഇപ്പൊ നിങ്ങള് അഞ്ചുകൊല്ലം കഴിയുമ്പോണ്ടല്ലോ ചിലപ്പോ ഈ 2024 2034 ചിലപ്പോ നിങ്ങൾ ഇന്റർവ്യൂ വരുമ്പോ ഞാൻ ചിലപ്പോ ക്യാരവനിലേക്ക് ഇരിക്കും. അപ്പൊ ഒരു കോഫി ഇപ്പൊ ഒരു ക്യാരവാനിൽ ഇരിക്കുമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ക്യാരവാനിൽ ഇരിക്കാം. അതിനു വേണ്ടി പൈസ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഗ്ലാമർ സെലിബ്രിറ്റി ആവാൻ താല്പര്യമായിരുന്നു, ഇന്റലക്ച്വൽ സെലിബ്രിറ്റി. പക്ഷെ ആ രീതിയിൽ പോകുമ്പോൾ ഇവിടുത്തെ ആളുകൾ സമ്മതിക്കുന്നില്ല. ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ് ഇപ്പോൾ. മസാല വീഡിയോസ് നിർത്തി നല്ല വീഡിയോസ് അങ്ങനെ പോസിറ്റീവ് പബ്ലിസിറ്റി വരണമെന്ന് എൻ്റെ ആഗ്രഹം. വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുള്ളി ഡാൻസ് നടത്തുന്നു. അങ്ങനെ ഒരു കോമാളി ഇമേജ് മാറി നല്ല ഇമേജ് ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുക. അതന്നെ ഞാനും പറഞ്ഞത്. ഇനി അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാല് ഇനിയും നല്ല ചിലപ്പോ പോസിറ്റീവായിട്ട് മാറും, ചിലപ്പോ പോസിറ്റീവായിട്ട് മാറും, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ടോ. എന്തായാലും സന്തോഷം. ഇന്റർവ്യൂവിന് ഞങ്ങൾ വിളിച്ചതിന് പറ്റി എന്ത് പറയാനടേ. എന്തായാലും സന്തോഷമായി. കാരണം പെരേരയുടെ പുതിയ വർക്കൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. യുദ്ധം എന്ന ഒരു കുഞ്ഞു മൂവി OTT-യിലേക്ക് ആയിരിക്കും വരുന്നത്. OTT ആയിരിക്കും. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആറാട്ടനെ, അഖിലിനെ, പെരേരനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക പുതിയ പുതിയ വർക്കുകൾക്ക്. ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആയി മാറട്ടെ. എല്ലാവരുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞാനും പറയുന്നു.